പ്രാർത്ഥിക്കാം. പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ പിതാവേ, തിരുനാമത്തിനായ സ്തോത്രം. കർത്താവേ, ഈ പുതിയ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നുവരാൻ ദൈവത്തെ സഹായിച്ചിട്ടുള്ള സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവെ ആത്മാവിനും സന്ധിച്ചോടെ ആരാധിക്കാൻ അവിടുത്തെ ആലയത്തിലേക്ക് അടികളെ കൂട്ടിവെത്തിലൂടെ സ്തോത്രം. കർത്താവെ പുതിയൊരു അനുഭവം, പുതിയൊരു ആലയം നിങ്ങൾക്ക് ദാനമായി തന്നപ്പോഴേക്കായി നന്ദി പറയുന്നു. കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അടികളെ ശ്രേഷ്ഠമായി പരിപാലിച്ചു. വരാമായിരുന്ന ആപത്തുകളുടെ അനർത്ഥങ്ങളിൽ രോഗങ്ങൾ ദുഃഖങ്ങളിലൊക്കെ വിധിച്ചു സന്തോഷവും സമാധാനത്തോടും അവിടുത്തെ ആലയത്തിലേക്ക് അടികളെ കൂട്ടിവെത്തിലൂടെ സ്തോത്രം. കർത്താവെ, ഭാഗത്ത് കർത്താവെ യൂട്യൂബിന്റെ കാര്യങ്ങൾ അവിടെ സന്നിധിയിലേക്ക് കടന്നുവരുന്നു. യൂട്യൂബിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആരാധിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ കർത്താവെ പാട്ട് പാടുവാൻ, നല്ല സംഗീതം കേൾക്കാൻ, കർത്താവെ നല്ല വചനങ്ങൾ ശ്രമിക്കാൻ അടികളെ സഹായിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണേ. പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന കാലമെന്ന് കർത്താവെ നല്ല വിജയം കൊണ്ടവരെ മാനിക്കുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ സന്തോഷം അനുഭവിക്കാൻ ഓരോരുത്തരെയും സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ സർവ്വം നിന്ന് ചേർക്കണം. കൂട്ടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കണ്ടുവരാൻ സാധിക്കാതെ ഇരിക്കുന്നവരുടെ കർത്താവെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചായിട്ട് അറിയുന്നോട് കൂടെ ആരാധിപ്പാൻ ദൈവങ്ങളെ കൂട്ടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ അതിനേക്കുള്ള സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. Yeshua,
സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. എല്ലാം പുറത്തുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സ്നേഹിക്കുന്നു. സ്നേഹം വരുമാനം നോക്കിയില്ല. പ്രവചനമോ അത് നീങ്ങിപ്പോകും, ഭാഷകമോ അത് നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായ മാത്രം ഞാൻ അറിയുന്നു, അംശമായ മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായി വരുമ്പോഴോ അംശമായി നീങ്ങിപ്പോകും. ശിശുവായിരുന്നപ്പോൾ ശിശുവിനെപ്പോൾ സംസാരിച്ചു, ശിശുവിനെപ്പോൾ ചിന്തിച്ചു, ശിശുവിനെപ്പോൾ നിരൂപിച്ചു. പുരുഷനായ ശിശുവായ ശിശുവിനെ ധരിച്ചു. ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെടുന്നത് പോലെ അറിയും. അങ്ങയുടെ വിശ്വാസം സ്നേഹം നിലനിൽക്കുന്നു. ഇവയിൽ വലിയ സ്നേഹം. Praise the Lord. Hallelujah. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം കൊടുത്താൽ കർത്താവ് ഇത്രത്തോളം നടത്തി. കഴിഞ്ഞ 2 വർഷക്കാലം പല സ്ഥലങ്ങളിൽ നമ്മൾ ഓടി നടന്ന്, ഞെരുക്കത്തിലൂടെ നടന്ന്, ഇടുങ്ങിയതിലൂടെ നടന്ന്, എന്നാൽ കർത്താവിന് ഒരു വലിയ വിശാലതോടെ നന്നായി കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്തി. കർത്താവിന് മഹത്വം കൊടുക്കാനാണ് നമ്മൾ വന്നത്. സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് വന്നത്. ഹല്ലേലൂയ. പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. Restore, hallelujah, restore, restore, restore.
ശക്തി നമ്മുടെ പകക്കാലൂടെ വെളിപ്പെടുവാൻ ഒരു തലനെ കുടിക്കുന്ന അഭിഷേകത്തിന് വെളിപ്പെട്ട് മൂന്നാം ആളുകൾ കർത്താവാണ് നാം ഈ പകക്കാലം ആരാധിക്കുന്നത്. ചേർന്ന് ഭർത്താവിനോട് എല്ലാ ശക്തിയോടും ചേർന്ന് ശക്തിയോട് കരങ്ങളെത്തി ചേർന്ന് അഭിഷേകം
സ്തോത്രം. ഹല്ലേലൂയ. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഈ സർവീസ് നടത്താൻ സഹായിച്ചു. അതുപോലെ സഹായകം ആരംഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥനയോടെ സഹായം ആരംഭിക്കാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. കാരുണ്യവാനായ സ്വർഗ്ഗസ്ഥപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായ ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവേ, ഈ മനോഹരമായ ആലയം ഞങ്ങൾക്ക് നൽകുന്ന കർത്താവേ, അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടവയ്ക്കായി സ്തോത്ര കർത്താവയുടെ സന്തോഷത്തോടെ അവിടുത്തെ ജനകർത്താവെ കടന്നു വന്ന് കർത്താവെ ആരാധിപ്പാനക്കണം. കർത്താവ് സത്യത്തിൽ ആരാധിച്ച് ബലപ്പെടുവാനക്കണം. ഞങ്ങളെ ഏവരെ സഹായിച്ചിട്ടവയ്ക്കായി സ്തോത്രം. നന്ദി കർത്താവെ, നന്ദിയോടെ സ്തോത്രം കർത്താവെ. അവിടെ നിന്നോളം ചെയ്ത എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങൾ നേടിയതോ അല്ല, എന്നാൽ അവിടുന്ന് ഞങ്ങൾക്ക് നൽകുന്നതാണ് കർത്താവെ. ആ നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. സഭയെന്നാകെ ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്ന കർത്താവെ. ഞങ്ങളെല്ലാ ആവശ്യങ്ങളും ദിവസത്തിലേക്ക് സമർപ്പിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, നല്ല ദൂതകൾ കർത്താവെ ഞങ്ങൾക്ക് ലഭിച്ച കർത്താവെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയോട് ഉയർന്ന കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുമ്പോൾ സഭ ഒന്നാകിയ വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അത് പിതാവിന്റെ മദ്യപാനത്തിൽ നിന്ന് ഒരു കൃതനായ കർത്താവെ അപേക്ഷ തന്നിരിക്കുന്ന ആ പ്രിയ മകനോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ ഭവനത്തിൽ അവിടുത്തെ പ്രവൃത്തിന്ന് പകൽക്കാലം വെളിപ്പെടുത്തുമാറാക്കണമേ. കർത്താവെ, ആരുടെയും കുറവുകളെ കണക്കിടാവുന്ന യേശുവിന്റെ വിശുദ്ധ രക്തം കൊണ്ട് ആ ഭവനത്തിലെ ആ പിതാവിന്റെ ഉള്ളത്തെ ഒന്ന് തൊടുമാറാക്കണമേ. ഒരു വിധിയായുടെ ഹൃദയത്തെ തുറന്നതുപോലെ അവരുടെ ഹൃദയത്തിന്റെ വചനത്തെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കപ്പെടാനാകട്ടെ. ആരോൺ എന്ന യുവാവിന് ഒരു ജോലി കിട്ടാനായി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. ആ വിഷയത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കാരുണ്യവാനായ സ്വർഗ്ഗസ്ഥപിതാവേ, ആരോണെന്ന യുവാവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, അത് കർത്താവേ യുവജനത്തിന് വേണ്ടി കർത്താവേ ഒരു വഴിയോട് മുന്നോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സഭയമായ കർത്താവേ ഐക്യത്തോടെ ഏകതയോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ സ്വർഗ്ഗം തുറന്ന് ഈ പ്രാർത്ഥന വിഷയം അവിടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എത്രയും വേഗത ഇപ്പോൾ തന്നെ കർത്താവേ ദിനമാനവേദികളിൽ വഴി തുറക്കണം പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി വ്യക്തികളെ കൊണ്ട് നിൽക്കണമേ. അവരുടെ ഉള്ളങ്ങളോട് ഇടപെട്ട് കർത്താവെ അനുകൂലമായ ണം ദിനമാനെ സഹായിക്കണം. അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. മാനവന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. തുടർന്ന് അടുത്തുള്ള വിഷയം മസിൽസ് വീക്കായി പരസഹായമില്ലാതെ നടക്കാൻ വയ്യാത്ത ക്രിസ്ത്യൻ എന്ന ഒരു യുവതി. ആ യുവതിക്ക് ഒരു സൗഖ്യം ലഭിക്കാൻ വേണ്ടി നമുക്ക് സഭ ഒന്നാമെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാം. ക്രിസ്റ്റീന എന്ന സഹോദരി കേൾക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ ഒരു സാക്ഷ്യം പറയുകയാണ്. ഞാനും ഇതേപോലെ തന്നെ ഒരവസ്ഥയിലൂടെ കടന്നു വന്നാണ്. എന്റെ ശരീരം മുഴുവൻ പാരലൈസായിരുന്നു. എന്നാൽ സ്വർഗീയമായിരിക്കുന്ന കർത്താവിന്റെ കാലം എന്നെ തൊട്ടു. സൗഖ്യത്തോടെ നിൽക്കുന്നു. ഇന്ന് അനുഭവിച്ചു വന്ന കർഷക മധ്യത്തിൽ ഈ ക്രിസ്റ്റീനായിക്ക് വേണ്ടി അവരുടെ മധ്യസ്ഥാനിക്കുവാൻ കർത്താവിനെ ഒരുക്കിയിരിക്കുന്നുവെങ്കിൽ ഹാലലുയ കർത്താവേ, യഹോവ റഫയാകുന്ന വചനം നിന്റെ അടിപ്പിലുള്ള സൗഖ്യം ഇതാ ഈ ക്രിസ്ത്യനായ യുവതിയുടെ മേൽ മസൽസിന്റെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നതിനായി അവരുടെ ജീവിതത്തിന്റെ വചനങ്ങളുടെ സഭയായ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. എന്ന സഹോദരി കുടുംബ പ്രശ്നങ്ങളാൽ ആയിരുന്നു പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കാരുണ്യവാനായ സ്വർഗ്ഗസ്ഥപിതാവേ, കൈകൾ കർത്താവെ മധ്യസ്ഥയായിരിക്കുന്ന ഈ കർത്താവെ ആ സഹോദരിയെ കർത്താവെ അവരുടെ പ്രശ്നം കർത്താവെ അതെ കൂടി ഇന്നലെ ഞങ്ങളോട് ഇടപെട്ടതുപോലെ അവരുടെ ഭവനത്തിന് സ്വസ്ഥത കിട്ടുന്ന പൈശാചിക ശക്തികളെ പൈശാചിക ബന്ധനങ്ങളെ ഞങ്ങൾ സഭയൊന്നാകെ യേശുവിന്റെ നാമത്തിൽ പരിഹരിച്ച് ഞങ്ങൾ ഏവെടുക്കുന്നു. ആ സഹോദരത്തിന്റെ സ്വസ്ഥത അത് ദൈവികമായ ആ അനുഭവം ദൈവികമായ സമാധാനം
ദൈവികമായ സന്തോഷം, ദൈവികമായ സ്നേഹം ആ ഭവനത്തിൽ വളരുവാൻ തക്കവണ്ണം, ഭവനത്തിൽ മുതലെടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക പോരുകളെയും പൈശാചിക ബന്ധനങ്ങളെയും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ശാസിക്കുന്നു. ആ കുടുംബത്തിൽ സമാധാനം പ്രതിസ്ഥാപിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ. Praise the Lord. Hallelujah. സന്തോഷത്തോടെ കരങ്ങളിലെ ഉയർത്തിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇത്രത്തോളം നമ്മെ നടത്തിയ, ഇത്രത്തോളം നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന് രണ്ട് കൈകളും ഉയർത്തി പിടിച്ചാട്ട്. കഴിഞ്ഞ രാത്രി ഞാൻ കിടന്നുറങ്ങി, യഹോവയെ താങ്ങി. കിടന്നുറങ്ങാൻ കഴിയാതെ എത്രയും പേര് ഐസിയുവിലായപ്പോൾ, കിടന്നുറങ്ങാൻ കഴിയാതെ എത്രയും പേര് ഭാരപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ സമാധാനം കൊണ്ടും ദൈവത്തിന്റെ കൃപ കൊണ്ടും നമ്മെ നടത്തിയ എല്ലാ വഴികൾക്കായി സന്തോഷത്തോടെ കൈ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. You can be
പ്രപഞ്ച സൃഷ്ടാവായ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവ് നമ്മുടെ നടുവിൽ ഉള്ളത് വിശ്വസിക്കുന്നവർ ആ കൈ ഉയർത്തി അല്പസമയം കണ്ണുകൾ അടച്ച് ഹൃദയമെല്ലാം ഏകാഗ്രമാക്കിക്കൊണ്ട് വലിയ ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുകയാണ്. നിന്റെ തൊട്ടടുത്തവരെ കൊണ്ട് മറ്റാരേക്കാൾ അവൻ നിന്നെ അടുത്തു നിൽക്കൊണ്ട് നിന്നെ തൊടുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്റെ ബന്ധനങ്ങൾ അഴിപ്പാൻ ആ കൈവത്തി യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്, ഇത്രത്തോളം കരുതിയ കർത്താവിനെ അതിനെ തുറന്ന് യേശുവേ എന്ന് വിളിച്ചാട്ടെ. ഒന്ന് പാടിക്കാട്ടെ. ആരാധന ശബ്ദത്തിൽ ഈ നിറഞ്ഞ നിൽക്കുന്ന സാന്നിധ്യത്തിൽ യേശുവിന്റെ സാന്നിധ്യം അറിഞ്ഞവർ രണ്ട് കൈ പഠിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. ചേർന്ന് പാടി ആത്മാവിൽ ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം.
കഴിഞ്ഞ ദിവസം 5 പേര് ജലത്തിൽ കർത്താവിനെ സാക്ഷിച്ചു. ഗലീലയിൽ നിന്നും യോർദാൻ വരെ 70 കിലോമീറ്റർ ദൂരമുണ്ട്. പ്രപഞ്ച സൃഷ്ടമായ ദൈവം സൃഷ്ടിയുടെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. അവരാദ്യമായി കർത്തുമേശ എടുക്കാൻ പോവുകയാണ്. അവരാദ്യമായി തിരുവത്താഴ ശുശ്രൂഷ പങ്കെടുക്കാൻ പോവുകയാണ്. പള്ളികളായിരുന്നപ്പോൾ അവരെടുത്ത കുർബാനയാണ്. മദ്യം കഴിക്കുന്നവർക്കും കുർബാന പങ്കെടുക്കാം, ഷാപ്പ് നടത്തുന്നവരും കുർബാന പങ്കെടുക്കാം. പക്ഷെ ഇത് തിരുവത്താഴ ശുശ്രൂഷയാണ്. ഇത് കർത്താവിന്റെ മേശയാണ്. അവരെ ദൈവം ഒരിക്കലും കൊണ്ട് കൈ കുറച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാൽ ലോകം മുഴുവനും ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ഇറച്ചിക്കടയിൽ വെളുപ്പിന് 5:30 തൊട്ട് ആളുകൾ ക്യൂ നിൽക്കുന്ന കണ്ടു. അതിനേക്കാൾ ക്യൂ ആയിരുന്നു ബിവറേജിന്റെ ഷോപ്പിൽ. ഇന്ന് ഏത് ജില്ലക്കാരാണ് കൂടുതൽ കുടിച്ചു തീർക്കുന്നു എന്ന് പറയാൻ നമുക്കറിയാം. ആരായിരിക്കും? പാലക്കാരായിരിക്കും. പാലക്കാർ ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കും, ക്രിസ്തുവിന്റെ മരണം ആഘോഷിക്കും, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ആഘോഷിക്കും. പാലക്കാരെ കുറ്റം പറയുകയല്ല. അച്ഛന്മാർക്ക് അല്പമില്ലാതെ ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഇറച്ചികളുടെ മുമ്പിലോ ഏതെങ്കിലും ഷാപ്പിലോ ഇരിക്കേണ്ട നമ്മയൊക്കെ പിടിച്ച് പെന്തക്കോസ്ത് സത്യങ്ങൾക്ക് വേണ്ടി കൊന്നുവന്ന ദൈവത്തെ ഒന്ന് കൈയൊത്തിൽ ഹല്ലേലൂയ പറഞ്ഞാൽ നമ്മുടെ ചില ആളുകൾക്കും ഇപ്പോഴും ആചാരങ്ങളൊക്കെ ഇഷ്ടമാണ്. ഞാനതിനെ കുറ്റപ്പെടുത്തുന്നില്ല. അതെല്ലാം വിട്ടു നമ്മൾ വന്നതാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം കളഞ്ഞു നമ്മൾ വന്നതാണ്. പഴയ പിതൃപാരമ്പര്യങ്ങളെ നാം അന്വേഷിക്കുന്നില്ല. ലോകത്തിലെ മുഴുവൻ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ തുറന്ന ഒറ്റ കല്ലറേ ഉള്ളൂ. അത് യേശുവിന്റെ കല്ലറയാണ്. അതിനകത്ത് കയറി നോക്കിയാൽ നമ്മുടെ അസ്ഥി കഷ്ണങ്ങളില്ല, മാംസ കഷ്ണങ്ങളില്ല. ഉയർപ്പിന്റെ ഞായറാഴ്ച ഉയർപ്പ് ആഘോഷിക്കാൻ നമ്മൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചേർന്ന് പാടാം. പാതാളമേ. ഒരു വാർത്തകൾ കൊണ്ട് പഠിപ്പിച്ചു. ഏതാണ്? മരണത്തെ പേടിയില്ലാത്തൊരു കൂട്ടരുണ്ടെങ്കിൽ അത് ദൈവങ്ങളാണ്. ചില മരണക്കിടക്കിലൊക്കെ അവസാന സമയത്ത് കണ്ണ ഭയം തോന്നും. കാട്ടിലൊക്കെ പിടിച്ച് മുറുകെ പിടിച്ചു അലറുന്നു, ഒച്ചെടുക്കുന്നു, ബഹളം വെക്കുന്നു. പക്ഷെ പൗലോസ് പറയുക, മരണമേ നീ ഇത്ര സുന്ദരമായിരുന്നെങ്കിൽ എന്തിനാ താമസിച്ചത്? എന്റെ നിര്യാണകാലം അടുത്തു. അയ്യോ, ശവപ്പെട്ടി ആരും വാങ്ങിച്ചു തരും, എന്നെ ഇവിടെ കൊണ്ട് അടക്കുമെന്ന് കരയുന്നവനല്ല പൗലോസ്. പൗലോസ് പറയുന്നു, എന്റെ നിര്യാണകാലം അടുത്തു. ജയ അമേരിക്കയിൽ നിന്ന് വരാൻ ഇരിക്കുകയാണെന്ന് ഭാര്യമാരെ ഓർമ്മ എക്സാം വരാൻ പോവുക അടുക്കുന്നേ. ആ സന്തോഷത്തേക്കാൾ വലുതാണ് പൗലോസ് പറയുക, എന്റെ നിര്യാണകാലം അടുത്തു. ഞാൻ നല്ലപോലെ ഒരു ഓട്ടം തിരിച്ചു. ചേർന്ന് പാടി ആരാധിക്കാൻ എഴുന്നേൽക്കാൻ കഴിയുള്ളൂ. എഴുന്നേറ്റ് മരണമേ ഹേ, മരണമേ ഹേ, നിങ്ങളുടെ ജയങ്ങളുടെ ചേർന്ന് പാടി ആത്മാവിനെ സ്തുതിക്കാം. Hey!
ഏതെങ്കിലും പ്രതിസന്ധിയിലൂടെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഒരു പ്രതിസന്ധിയെ നിങ്ങളെ തകർക്കാനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വേണ്ടിയാണ്. ആരോട് ദൈവം പറയുന്നു, ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ദൈവം ചലിക്കാൻ പോവുകയാണ്. ആ രണ്ട് കൈകളും സ്വന്തത്തിലേക്ക് ഉയർത്തി പിടിച്ചു. പോയവരെല്ലാം കൈകൾ ഉയർത്തി പിടിച്ചു. ഏഴ് വിളക്കിൻ നടുവിൽ, സഭയുടെ നടുവിൽ ഉലാവുമെന്നാണ് കർത്താവ്. അവൻ കിഴക്ക് വരാമെന്നല്ല പറഞ്ഞത്, അവൻ പടിഞ്ഞാറ് വരാമെന്നല്ല പറഞ്ഞത്. രണ്ടോ മൂന്നോ പറയുന്ന നാമത്തിൽ കൂടി വരുന്നവരുടെ ഇന്ന് നമ്മുടെ നടുവിൽ യേശുവുണ്ട്. അവന്റെ സാന്നിധ്യം ഇന്ന് മുഖത്ത് വെളിപ്പെട്ടു വരികയാണ്. ആ സാന്നിധ്യം അറിയുന്നവരാ സ്വതന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സാന്നിധ്യം അറിയുന്നവരാ തുള്ളിച്ചാടി ആരാധിച്ചത്.
സങ്കീർത്തനം അതിൽ നിൽപ്പിൽ നിന്നുകൊണ്ട് തന്നെ വാക്യപ്രതിവാക്യമായി പാടി ദൈവത്തെ ആരാധിക്കും. 33 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി ചേർന്ന് പാടി ദൈവത്തെ ആരാധിക്കും. നീതിമാന്മാരെ ഭൂമിയിൽ ഘോഷിച്ചു ഉല്ലസിപ്പി, സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമല്ലോ. അവന് പുതിയ പാട്ട് പാടുകയും ഘോഷസ്വരത്തോട് നന്നായി വാദ്യം വായിപ്പി. അവ നീതി ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. അവൻ സമുദ്രത്തിലെ വെള്ളത്തെ കുമ്പാരമായി കൂട്ടുന്നു, അവൻ ആഴികളെ ഭണ്ഡാര ഗ്രഹങ്ങളിൽ സംഗ്രഹിക്കുന്നു. അവനവർ ചെയ്തു, അങ്ങനെ സംഭവിച്ചു. അവർ കൽപ്പിച്ചു, അങ്ങനെ സ്ഥാപിതമായി. അവരുടെ ആലോചന ശാശ്വതമായും അവരുടെ ഹൃദയവിചാരങ്ങൾ തലമുറയായി നിൽക്കുന്നു. സ്വർഗത്തിൽ നോക്കുന്നു, മനുഷ്യപുത്രന്മാരൊക്കെ കാണുന്നു. അവരവരുടെ ഹൃദയങ്ങൾ ഒരുപോലെ മനഞ്ഞിരിക്കുന്നു, അവരുടെ പ്രവൃത്തികളൊക്കെ അവർ ഗ്രഹിക്കുന്നു. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തന്റെ വല്ലാധിക്യം കൊണ്ടത് വിടുവിക്കുന്നതുമില്ല. അവരുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ, ശാപത്തിൽ അവരെ ജീവനോട് രക്ഷിപ്പാനും തന്നെ. രണ്ട് വാക്യം കൂടെ ചേർന്ന് വായിക്കുക. അവരുടെ വിശുദ്ധ കരങ്ങൾക്ക് ദൈവത്തിന് നന്ദിയോട് ഹല്ലേലൂയ പറഞ്ഞാട്ട്, ആരാധനയ്ക്ക് യോഗ്യനാകിയ നന്ദിയോട് സ്തോത്രം ചെയ്താട്ട്, അവരുടെ പാപത്തിന് വിടുവിച്ചുകൊണ്ട് സ്തോത്രം ചെയ്താട്ട്, അവരുടെ മഹിമാദിക്കുന്നതിന് തക്കവണ്ണം സ്തോത്രം ചെയ്താട്ട്, ആഹാരം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക, വസ്ത്രം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക, പാർപ്പിടം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക, അനുഗ്രഹിക്കപ്പെട്ട സഭ തന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, ദൈവദാസന്മാർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുക. കരച്ചിരി മുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, ത്തിന്റെ ഘോഷം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, സൈനികന്മാർ വീണ വീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. എല്ലാവരും സന്തോഷത്തോടെ ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹൃദയങ്ങളോട് സംസാരിക്കുന്നതിന് വായടിച്ച് നിശബ്ദമായി ദൈവത്തെ കാത്തു നിൽക്കുക. കരിന്തിരികളെ കുറിച്ച് എന്റെ ജനത്തിന് പുതിയ എണ്ണ പതിരുന്നവനത്ര കത്തിത്തീർന്നു, ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് ആയിരങ്ങൾ നിന്നെ നോക്കി പറയുമ്പോഴും ഞാൻ എന്റെ ദീപത്തെ കത്തിക്കുമെന്ന് എന്റെ അഭിഷക്തരോട് പറഞ്ഞതുപോലെ എന്റെ ജനത്തിന്റെ ദീപത്തെ ഞാൻ കത്തിക്കാൻ പോവുകയാണ്. നീ കെട്ടുപോകുന്നത് കാണുവാൻ, നിന്റെ വീട്ടിൽ വിളക്ക് അണയുന്നത് കാണുവാൻ കാത്തിരിക്കുന്നവരുടെ നടുവിൽ ഞാൻ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. എന്റെ ഭുജബലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും, വീടിനടത്തുനിന്ന് ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. എവിടെയാണോ ഓടാൻ കഴിയാതെ നീ ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിലാണോ ഇന്ന് പറഞ്ഞ് ചാകരിക്കുന്നത്, അതിന്മേൽ മറുപടി തരുവാൻ ഞാൻ ശക്തനായ ദൈവമാണ്. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഇവിടെ ഉള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ജനത്തിന് വിടുതലോടും സത്യത്തോടും അയക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥനയോട് എല്ലാവർക്കും ദൈവസന്നിധിയിലായിരിക്കും. സത്യത്തിൽ ആത്മാവിലും ദൈവത്തെ ആരാധിക്കാം. ദൈവം കൂട്ടി വരുത്തിയ ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. മഹാനും ഭയങ്കരമായ ദൈവം നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു പുതിയ ബിൽഡിംഗിൽ ആദ്യത്തെ സഹായകമായി കൂടാൻ ദൈവം നമ്മെ കൂട്ടി വരുത്തുന്നു. വെള്ളിയും ശനിയും പ്രാർത്ഥനയുടെ ഉപവാസത്തോട് നാം അയക്കുക.
ആഴ്ചകളായിട്ട് പകലും രാത്രിയും ഇല്ലാതെ ഈ സമയത്ത് ആളുകൾ കഷ്ടപ്പെടുകയും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സാമ്പത്തികം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഈ ബിൽഡിങ്ങിനെ ഇങ്ങനെ മനോഹരമാക്കാൻ ദൈവം ഒരിക്കൽ പ്രവചിക്കാൻ ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന ദൈവദാസ പറഞ്ഞ ഇതിനകത്തൊരു വൈബുണ്ട്. ഞാൻ കുറച്ചുകൂടെ പറയാം, അതിനേക്കാൾ വലുതിനകത്തൊരു സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ അതിനോട് പ്രതികരിക്കും. അതെല്ലാം പ്രതികരിക്കുന്ന സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും, ആരാധന പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നിന്റെ യേശു മരിച്ചിട്ട് കല്ലറക്കകത്ത് കിടക്കുന്നവനല്ല, അവൻ കല്ലറ വിട്ട് പുറത്തു വന്നവനാണ്. യേശുവിനെ വർഷം തോറും അടക്കുകയും ഉയർപ്പിക്കുകയും ചെയ്ത ഒരു പദ്ധതി നമുക്കില്ല. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 64-ാമത്തെ വാക്യം നിങ്ങളെ വായിപ്പിച്ച് കേൾപ്പിച്ച് ഇന്ന് നമ്മുടെ നടുവിലായിരിക്കുന്ന അംശത്തെ ദൈവത്തിൽ ശുശ്രൂഷിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 64-ാമത്തെ വാക്യം. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതവ് മുൻപിലത്തേതിലും വിഷമമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടത് മൂന്നാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ആ വാക്കാണ് ഈസ്റ്റർ ലോകം ആഘോഷിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ദൈവം തന്നത്. എന്താണ്? മൂന്നാം നാൾ വരെ ശബ്ദത്തിന് പേടിയുണ്ട്. മൂന്നാം ദിവസം യേശു പുറത്തു വരും. കേട്ടില്ല ഓർക്കൊരു ഹല്ലേലൂയ പറയട്ടെ. നിന്നെ കുറിച്ച് എവിടെ ജനിക്കുമെന്നോ, നിന്നെ കുറിച്ച് എവിടെ ശുശ്രൂഷിക്കുമെന്നോ, നിന്നെ കുറിച്ച് നീ എവിടെ മരിക്കുമെന്നോ, എവിടെ നീ അടക്കപ്പെടുമെന്നോ, എന്താണ് നിന്റെ ശുശ്രൂഷയെന്നും പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ പിശാച് വരയ്ക്കാൻ തുടങ്ങുന്നത് എപ്പോഴെന്നറിയാമോ? 3 ദിവസം വരെ കല്ലറയ്ക്ക് കാവൽ നിൽക്കും. അവനറിയാം 3-ാം ദിവസം യേശു പുറത്തു വരികയും ചെയ്യും. നീ ഉയർത്തെഴുന്നേൽക്കാതിരിക്കേണ്ടതിന് നിന്റെ കല്ലറ മുമ്പിൽ പിടിച്ചു വെച്ച കല്ലുകൾ പുറത്തു വരുന്ന പകലാണ് ഉയർപ്പിന്റെ പകൽക്കാലം. പഠിച്ച് ഒരു ദൈവത്തിന്റെ സ്വാതന്ത്ര്യം നീ പുറത്തു വരാതിരിക്കത്തക്കവണ്ണം ആര് കല്ല് ഉരുപ്പിലെത്തിയിരിക്കുന്നോ അവർ കണ്ട് നീ പുറത്തു വരാൻ പോവുക. പുറത്തു വരത്തില്ലെന്ന് ആരെല്ലാം പ്രാർത്ഥിച്ചോ അവരുടെ മുമ്പിൽ ദൈവം നമ്മെ പുറത്തെടുത്തിരിക്കുക. ഞാൻ ചോദിച്ചൊരു ചോദ്യം, എന്തിനാ 3-ാം നാൾ വരെ കാവൽ നിൽക്കുന്നത്? അവനെ കുറിച്ച് പറഞ്ഞത് അവൻ ചതിയനെന്ന ആ ചതിയെ ജീവിച്ചിരുന്നപ്പോ പറഞ്ഞു 3-ാം ദിവസം ഞാൻ പുറത്തു വരും. ഇത് മകൻ ധൈര്യത്തോട് പറയണം, കൂടി വന്നാൽ 3 ദിവസമുള്ളൂ, അത് കഴിയുമ്പോൾ ഞങ്ങൾ പുറത്തു വരും. സ്വന്തം പറഞ്ഞോണം. ചില കുടുംബങ്ങളെ പ്രവർത്തിച്ചു പറയുക, നിന്റെ കുടുംബം പുറത്തു വരാൻ പോവുക, നിന്റെ തലമുറ പുറത്തു വരാൻ പോവുക. അടച്ചു വെച്ച കല്ലുകളെ പൊട്ടിച്ച് അവർ പുറത്തു വരാൻ പോവുക. ഇന്നത്തെ സന്ദേശമൊക്കെ ഈ ആഴ്ച മുഴുവൻ പറഞ്ഞോട് നടന്നോണം. 3 ദിവസത്തെ കല്ല് കൂടി വെക്കാൻ പറ്റൂ. എന്റെ യേശു പുറത്തു വന്നതുപോലെ ഞാൻ പുറത്തു വരും. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ നടുവിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ IPCയുടെ നേപ്പാളിന്റെ റീജിയൻ പ്രസിഡന്റും കൗൺസിൽ സജീവമായ അംഗമായിരിക്കുന്ന IPCയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ശുഷ്കാന്തിയോടായിരിക്കുന്ന കർത്തദാസൻ പാസ്റ്റർ ശ്രീ വർഗീസ് വൈദ്യൻ ഇത് നമ്മളൊപ്പം ഉണ്ട്. എന്റെ കസിനാണ്, തൃശ്ശൂർ സ്വദേശിയാണ്. നേപ്പാളിലെ പ്രദേശം പല ഇടങ്ങളിൽ ദൈവം അയച്ച് തന്റെ ശുശ്രൂഷ ദൈവം മറുപടിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട അഭിഷക്തനെ 2 കരങ്ങൾ തട്ടി ശുശ്രൂഷിക്കാൻ സ്വാഗതം ചെയ്യും. കർത്താവിന്റെ നാമം ഇന്ന് പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കിവിടെ നിൽക്കുമ്പോൾ അത്യന്തമായിരിക്കുന്ന സന്തോഷം, സ്വർഗീയ ദൈവത്തോടുള്ള നന്ദി വളരെയധികം ഉള്ളത്തിൽ തൊടുന്നു. സ്തോത്രം. ഞങ്ങളുടെ സഭകളുടെ ആരാധനയുടെ ആ മാറ്റൊലിയോടുകൂടെ ചേർന്ന് തന്നെ കേരളത്തിൽ നല്ലൊരു സഭയായി ഇവിടെയുള്ള കൂട്ടായ്മയോട് ഒരുമിച്ച് ഈ ദേശത്തിലെ സാക്ഷ്യം വഹിക്കുന്ന ക്രിസ്തുയേശുവിന്റെ സാക്ഷികളായിരിക്കുന്ന ഭക്തജനത്തോട് ഒരുമിച്ച് വീണ്ടും കർത്താവിനെ ഒന്ന് ഉയർത്തുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം അണിഞ്ഞ ജീവിതമായി നന്ദിയോട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പ്രത്യാശയിൽ വർദ്ധിച്ചിടുന്നേ അന്നു ചെന്നു നാടുവാൻ ആമേൻ. പ്രത്യാശ
എന്നിൽ വർദ്ധിച്ചിടുന്നേ. അന്നു ചെന്നു കാണുവാൻ പ്രിയൻ തന്മുഖം കേൾക്കാനാം തന്നാകണധ്വനി. അപ്പോ ഈ പാത്രം വിട്ട് തേജസ്സേറും പോലെ അവൻ കേൾക്കാനാം തന്നാകണധ്വനി. അപ്പോ ഈ പാത്രം വിട്ട് കഷ്ടം സാധിച്ചു നിത്യായുഗങ്ങൾ വാഴും സ്വർഗ്ഗാസിയോനേ. ക്രിസ്തുവിന കഷ്ടം സാധിച്ചു നിത്യായുഗങ്ങൾ വാഴും സ്വർഗ്ഗാസിയോനേ. അവൻ കേൾക്കാനാം തന്നാകണധ്വനി. ദിവസം നമുക്ക് തന്നെ സമർപ്പിക്കാം. സംഗീതഭാഗങ്ങൾ വായിച്ചു കർത്താവിനെ പാടി ആരാധിക്കാൻ നമ്മൾ ബലപ്പെടുത്തി. അടുത്ത നിമിഷം ദൈവവചനത്തിൽ നിന്ന് അല്പസമയം കർത്താവെ അങ്ങയുടെ വചനത്തോടുകൂടെ ചേർന്നിരിക്കുന്ന ഹല്ലേലൂയ മഹത്വത്തിന്റെ പ്രത്യാശയായ സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പങ്കപാടുകൾ ഏറ്റുകൊണ്ട് ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന സകല കഠിന ശോധനകളിൽ ഞങ്ങളെ രക്ഷിക്കുന്ന നിത്യപ്രത്യാശയുടെ ഉറവിടമേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരായിട്ടില്ല. സ്വർഗം അങ്ങനെ വിളിച്ചു പറയുന്നു. വചനം ഞങ്ങളോട് അങ്ങനെ സംസാരിക്കുന്നെങ്കിൽ ലജ്ജിക്കാത്ത ക്രിസ്തുയേശുവിന്റെ നിത്യസ്നേഹത്താൽ ഇന്ന് ഞങ്ങളിൽ വ്യാപരിക്കുന്ന വചനത്തിന്റെ മാറ്റൊലിച്ച ദൂതുകൾ ഞങ്ങളോട്, ഞങ്ങളുടെ ഹൃദയങ്ങളോട്, ഞങ്ങളുടെ കുടുംബങ്ങളോട്, ഞങ്ങളുടെ ദേശത്തോട്, ഈ സഭയോട് കർത്താവേ അവിടുന്ന് ഞങ്ങളോട് ഒരുമിച്ച് നിത്യത പറയും. കർത്താവ് കൂടെ ഇരിക്കേണ്ടതായി ഞങ്ങളെയോട് സമർപ്പിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ടുള്ള സ്തോത്രം യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, അത്യധികമായിരിക്കുന്ന സന്തോഷം എനിക്ക് ഇന്നത്തെ ആരാധനയിലുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ അതിമറന്ന് ആരാധിക്കാനുള്ള സന്തോഷം എനിക്കുണ്ടെന്ന് പറയുവാൻ ചില വർഷങ്ങൾ പുറകോട്ട് എന്നെ കൊണ്ടുപോകാനിടയായിത്തീരുന്നു. സ്തോത്രം. എന്റെ 23 വയസ്സുള്ള പ്രായം എന്റെ മാമയും ഷായിഷാനും സഹോദരി ഞങ്ങളുടെ തൃശ്ശൂരിന്റെ പ്രദേശത്തിൽ കടന്നു വന്ന ഒരു സമുദായ പശ്ചാത്തലത്തിൽ ഇരുന്ന തലമുടിയൊക്കെ ഇത്രയും വളർത്തി ഞങ്ങളെയും അതുപോലെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തായിരുന്നു. ആ പ്രായമൊക്കെ കണ്ടപ്പോൾ എന്റെ അമ്മ, എന്റെ ക്രിസ്തു അനുഭവത്തിൽ നിന്ന് എന്റെ അമ്മ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ പോയാൽ ശരിയില്ല. മാമയോട് ഒരുമിച്ച് എന്റെ അമ്മയ്ക്ക് എപ്പോഴും എന്റെ ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വരുമ്പോ പ്രാർത്ഥിക്കാനും അവരെ സൽക്കരിക്കാനും മാത്രം അറിയുന്ന ഒരു മാതാവായ സോദരൻ ലോകത്തിന് മുമ്പിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിലുപരി മാമയുടെ സഹോദരിമാര് രണ്ടുപേരും ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഒരു കുടുംബം. അതിലുപരി ഇപ്പോഴുള്ള സന്തോഷം ഞങ്ങളുടെ കുടുംബങ്ങളിലെല്ലാവരും എന്റെ മാതാവിന്റെ പ്രാർത്ഥന, ഇവരോടുള്ള ആയിരിക്കുന്ന ദൈവത്തിന്റെ കാഴ്ചപ്പാട് നശിച്ചു പോകുന്നത് അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമല്ലാത്തത് കൊണ്ട് നശിക്കാതെ വണ്ണം ഈ ദേശത്തും അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടെ ആയിരിക്കുന്നത് പ്രദേശത്ത് ഞങ്ങൾ കുടിയേറി പാർത്തവരാണെങ്കിലും അവിടെയും ആ കുടുംബങ്ങളെല്ലാം കർത്താവിനെ ആരാധിപ്പാൻ, സത്യത്തിൽ വിശ്വേർവാണ്ടും ആരാധിപ്പാൻ അവരെ വിളിച്ചു വേർതിരിച്ച വീണ്ടെടുക്കപ്പെട്ട രക്തത്തിന്റെ വീണ്ടെടുപ്പിനായി നന്ദിയോട് സ്തോത്രം.
ഹല്ലേലൂയ. രക്തബന്ധത്തെക്കാൾ അപ്പുറമായി അതൊരു പാപത്തിൽ നിന്ന് വേർതിരിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത മഹാസ്നേഹത്തെയാണ് എനിക്കിന്ന് വർണ്ണിപ്പാറുള്ളത്. ഹല്ലേലൂയ. പ്രായം നോക്കിയാണെങ്കിൽ ഞാൻ ഷായിഷാനേക്കാളും വളരെ കുറഞ്ഞവരാണ്. പക്ഷേ ഹല്ലേലൂയ, IPCയിലേതായിരിക്കുന്ന ചില ചുമതലകളിൽ ആകുന്നിരുന്നാലും എനിക്ക് അത്യന്തമായ സന്തോഷം എന്റെ കുടുംബത്തോടുകൂടി ആയിരിക്കുന്നല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവദാസനായ നദിയോട് സ്തോത്രം ചെയ്തിരിക്കുന്ന ദൈവകൃത്യമാർക്കായി നദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇവിടെയുള്ള കോയറിനായി കുഞ്ഞുങ്ങളുടേതായിരിക്കുന്ന ഓരോ പാട്ടുകളും പാടുമ്പോൾ എന്റെ ഉള്ളം സന്തോഷിപ്പാനിടയാകുന്നു. കാരണം ഇന്ന് സഭകൾ ആരാധനയ്ക്ക് മുമ്പ് ആർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അറിയാതെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. സംഘടന പ്രവർത്തനങ്ങൾ പോലെ ആയി മാറുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആത്മീയമായി മുന്നോട്ട് കൊണ്ടുവന്ന ആത്മീയമായി സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക. ഓരോ പാട്ടുകളുമാണ് ഇവിടുന്ന് ആരാധിക്കുന്ന സന്തോഷിക്കുന്ന ഒരു വലിയൊരു കായറി ഗ്രൂപ്പിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിപ്പാനിരുന്നു, അങ്ങനെയെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പുറപ്പെട്ട് വിളിക്കുകയാണെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. എന്തൊരു ആരാധനയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്തൊരു മനോഹാരിതയാണ്. ഹല്ലേലൂയ. നമുക്ക് ഉണ്ടാകേണ്ടത് സത്യത്തിലും വിശുദ്ധിലും ഏർപ്പാടിലും ആരാധിക്കുന്ന ഒരു ലോകത്തിന് മയപ്പെടാതെ, ഒരു നിത്യതേജസ്സിനോട് അത് ധനമായി കൂടിച്ചേരാതെ, ഭാരമായി തീരാതെ അതിനോട് ചേർന്ന് നിൽപ്പാൻ നമ്മളെ വിളിച്ച ദൈവത്തിന് എത്ര നന്ദി കൊടുക്കണം. ഹല്ലേലൂയ. ഷായിച്ചാൻ പാസ്റ്റർ പറഞ്ഞ പോലെ എനിക്ക് ഷായിച്ചാൻ എന്ന് വിളിക്കുമെങ്കിലും കർത്താവിന്റെ അഭിഷേകൻ അത് ഈ സഭയുടെ അത് നിങ്ങൾക്ക് പ്രതിനിധാനം ചെയ്യുവാൻ ദൈവം നിയോഗിച്ചാക്കിയ മനുഷ്യൻ. ഹല്ലേലൂയ. ആ വ്യക്തിത്വമെന്ന് പറഞ്ഞല്ലോ, ലോകം മുഴുവൻ ഇന്ന് ട്രഡീഷണൽ ആയിട്ടുള്ള സെലിബ്രേഷൻ ചെയ്യുമ്പോൾ, ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് അവർ പേരിനും കാഴ്ചയും വെക്കുമ്പോൾ, സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകുന്ന ഈ വിശുദ്ധ കൂട്ടായ്മയ്ക്ക് നന്ദിയോടുകൂടി കൃപാകരമായത് ആത്മാവോ. ഹല്ലേലൂയ. സ്തോത്രം. സ്നേഹമാണല്ലോ നമ്മളിവിടെ എല്ലാം കൊണ്ടുവന്നത്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 16-ാം വേദവാക്യത്തിൽ കൂടെ ഒന്ന് കടന്നു പോയിക്കൊണ്ട് അതിലെ ദൈവവചന ശുശ്രൂഷയ്ക്കായി ഹല്ലേലൂയ ദൈവം നിയോഗിച്ചാക്കിയ വചനങ്ങളിലൂടെ ഈ സഭയോട് സംസാരിക്കാനുള്ള ദൂതുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:16. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. സ്നേഹത്തെ കുറിച്ച് അനേക കാര്യങ്ങൾ നമുക്കറിയാം. ലോകം സ്നേഹമാണെങ്കിൽ നാം ലോകത്തിന് അനുരൂപരായി. ആരും എന്നെ സ്നേഹിക്കാനില്ല എന്ന് കണ്ടുകൊണ്ട് ആശ്രയത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നല്ല സ്നേഹിതൻ ഇറങ്ങി വന്നു. ആ സ്നേഹിതന്റെ പേരാണ് നസ്രായ യേശു ക്രിസ്തു. അതെ, എന്റെ ബന്ധുഭ്രാന്തികളുണ്ട്, എന്റെ സഹോദരങ്ങളുണ്ട്, മക്കളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്. പക്ഷേ ഒരു പരിധിയുണ്ട് സ്നേഹത്തിന്റെ ആളുകൾക്ക്. അളക്കുന്നതിന് അളവുകളുണ്ട്. പക്ഷേ അളവുകളില്ലാതെ അളക്കുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ സ്നേഹം പകർന്നാലും തീരാത്ത ഉറവുകൾ പോലെ പൊട്ടിപ്പുറപ്പെടുന്ന നിത്യസ്നേഹത്തിന് ഉറവിടം വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചത് നിത്യസ്നേഹത്താലാണ്. നിന്നെ തള്ളിക്കളയുവാനല്ല, നിന്റെ കുറവുകൾ കാണുമ്പോൾ നിന്നെ അകറ്റി നിർത്താനല്ല, നിന്റെ പോരായ്മകൾ നിന്നെ ഭ്രഷ്ട് കൽപ്പിക്കാനല്ല. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ചേർത്ത് പിടിക്കുന്ന ഒരു നിസ്തുലനായ ദൈവം. സ്നേഹത്തിനെ കുറിച്ച് അനേക ഡെഫിനിഷനുകൾ വചനത്തിലുണ്ട്. ഹല്ലേലൂയ. 5 സ്നേഹങ്ങളെ കുറിച്ച് പറഞ്ഞ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വയസ്നേഹം എന്ന് പറയുന്ന ഗ്രീക്കിൽ ഫിലോട്ട എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 13-ാം വേദവാക്യം. മർക്കോസ് 12:31. ഹല്ലേലൂയ. സ്വയസ്നേഹത്തെ കുറിച്ച് പറയുന്നു. പറഞ്ഞാട്ടെ. ഇതൊത്തിരി കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എത്രയോ കൺവെൻഷൻ, എത്രയോ മഹായോഗങ്ങൾ നമ്മൾ കേട്ടു. പക്ഷെ
അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആദ്യം ഞാൻ എന്നെ അറിയണം. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ്, ഞാൻ എന്തിനാണ്, എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? ഞാൻ ഒരൊറ്റ ചോദ്യം, അല്ലെങ്കിൽ ഒരു ചോദ്യമായി ആരും കൈ ഉയർത്തുന്ന, പക്ഷെ ഹൃദയത്തിലെ ആളുകളിലും ചോദിച്ചേ, സ്വപ്നം ഞാൻ എന്നെ സ്നേഹിച്ചു. സ്വയം ചിന്തിച്ച് എനിക്ക് ഇണങ്ങുന്ന വസ്ത്രം ഞാൻ അണിഞ്ഞ കാണുന്നത്. ഇന്ന് ചർച്ചിൽ ഏറ്റവും യോഗ്യമായ വസ്ത്രം ഞാൻ തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് എന്റെ ശരീരത്തിന്റെ മനോഹാരിതയ്ക്ക് ഞാൻ അണിഞ്ഞ വന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം ഞാൻ ഉപയോഗിച്ചിരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട കോം ഉപയോഗിച്ച് ഞാൻ എന്റെ തലകളെയും അതിൻ്റെതായ അലങ്കാരത്തെയും ഞാൻ അലങ്കരിച്ചിരിക്കാം. ഏത് ഷോൾ ഇടണമെന്നുള്ളതായിരിക്കുന്ന കൺഫ്യൂഷനിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കാം. പക്ഷെ ഒന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്, നീ നിന്നെ തന്നെ സ്നേഹിച്ചു. യെസ്, നമ്മുടെ പഴമക്കാര് വേദന വരുമ്പോ തന്നെത്താനായിരിക്കുന്ന ഒരു അവസരമുണ്ട്. പഴമക്കാരല്ല, പുതുമയിലോട്ട് ഞാൻ എന്തിനായി ജീവിക്കുന്നത്? ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു? എനിക്കത് സഹിക്കാൻ വയ്യ. കരഞ്ഞ് നിലവിളിച്ച് ആവലാതിപ്പെട്ടുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ മറന്ന് അതിന് ദുഃഖത്തിന്റെ ആളുകളിലേക്ക് പെയിൻഫുൾ ആക്കുവാൻ, എനിക്ക് തന്നെ എന്റെ വേദന എടുക്കട്ടെ, ഞാൻ അതുകൊണ്ട് സഹിക്കുവാൻ തയ്യാറെന്ന് പറഞ്ഞുകൊണ്ടല്ല, ഈ വേദന എനിക്കൊരു ദുഃഖമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയമേ അവനവന്റെ ശരീരത്തെ പീഡിപ്പിക്കുന്ന സ്നേഹത്തെയല്ല പറഞ്ഞത്, മറ്റൊരാളും കാണുവാൻ വേണ്ടി സ്വയമേ ശരീരത്തെ പീഡിപ്പിക്കുന്ന സ്നേഹമല്ല സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്. നീ നിന്നെ തന്നെ സ്നേഹിച്ചെങ്കിൽ സ്തോത്രം, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കും. സ്നേഹത്തിന്റെ മാസ്മരികമായിരിക്കുന്ന ഒരു മർമ്മം ഫിലോട്ട എന്ന ഗ്രീക്ക് പദത്തിലൂടെ പറയാണ്, നീ നിന്നെ സ്നേഹിക്കാതിരുന്ന നിന്റെ സ്നേഹിതനെ സ്നേഹിക്കും, നിന്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കും. അപ്പോൾ തന്നെ ഇതിന്റെ ഒരു സ്പഷ്ടമായിരിക്കുന്ന ഒരു അർത്ഥമുണ്ട്. നിന്റെ ചുറ്റുപാട് താമസിക്കുന്ന, തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു മദ്യപാനിയെ സ്നേഹിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഒരു ജാതീയ വ്യവസ്ഥകളിൽ ആരാധനയ്ക്കും സത്യവേദ പുസ്തകത്തിനും എതിരായി പ്രവർത്തിക്കുന്ന ഒരു വീട്ടിലിരിക്കുന്ന അയൽപക്കക്കാരനോടുള്ള സ്നേഹത്തിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് മറ്റൊരു രീതിയിൽ സ്നേഹിക്കണം, അത് ശാരീരിക സ്നേഹം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം നിന്നോടുകൂടെ ഈ കാണിപ്പാനിരിക്കുന്ന, അനുഭവിപ്പാനിരിക്കുന്ന, ഇതുവരെ വന്നിട്ടില്ലെന്ന് വിളിച്ചറിയിക്കുന്ന തിരുമേശു നമ്മളോട് വിളിച്ചറിയിക്കുന്നു. ഇതിൽ നിന്ന് ഭാഗവാക്കുകളായ നിന്നോടുകൂടെ സ്നേഹചുംബനം ചെയ്ത് നിന്നിൽ നിന്ന് അനുഭവിച്ച സ്നേഹം പകർന്ന വിശേഷങ്ങൾ കുശലാന്വേഷണം അന്വേഷിച്ച് പുറത്തിറങ്ങുമ്പോൾ എന്റെ സഹോദര നീ സുഖമായിരിക്കുന്നത് ചോദിച്ചതിന് ശേഷം അവനെതിരായി പിറുപിറുക്കുന്ന ഒരു ആത്മീയ ആരാധനയാണ് നമുക്ക് വേണ്ടത്. അതിന്റെ സ്തോത്രം, അവനെതിരായി പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ ആരാധനയാണ് വേണ്ടത്. അവനെ ചേർത്ത് പിടിച്ച് ഈ പറഞ്ഞു, ഹല്ലേലൂയ, പഴയ നിയമത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ഈ യോബ് പറയുന്നു, ഞാൻ എന്റെ സ്നേഹിതന് വേണ്ടി മധ്യസ്ഥ വഹിച്ചപ്പോൾ എന്റെ അവസ്ഥയ്ക്കല്ല എന്റെ സ്ഥിതിക്ക് മുഴുവനായ ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്നേഹത്തെ പകരുവാൻ ഇന്ന് പകരം നമുക്ക് കഴിയാം. സ്തോത്രം. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഹൃദയത്തിൽ വൈഷമ്യമുണ്ട്. സ്നേഹത്തിന്റെ അകത്തിട്ട മുറിവ് പാടുകളുണ്ട്, സ്നേഹത്തിന്റെ അകത്ത് പോയ മുറിപ്പാടുകളുണ്ട്. പക്ഷെ ആ സ്നേഹം വിളിച്ചു പറയുന്നു, കഴിഞ്ഞതെല്ലാം മറക്കുവാൻ നമുക്കൊരു മറുപടി തന്നിട്ടുണ്ട്. ചേർന്ന് പിടിക്കാൻ കഴിഞ്ഞെങ്കിലും തള്ളിക്കളയാത്തൊരു സ്തോത്രം, വളർത്തുവാൻ കഴിഞ്ഞെങ്കിലും വളർത്തപ്പെടുവാൻ അല്ലെങ്കിൽ കൃപായുഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അത്ഭുത അത്യന്ത ശക്തിയോടെ നമ്മുടെ ഇടയിൽ അത് സ്നേഹമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഇടയിലേക്ക്. രണ്ട് രക്തബന്ധം, ജന്മം തന്ന മാതാപിതാക്കളോടും അവരെ അനുസരിച്ച് ജീവിക്കുന്ന തലമുറയ്ക്ക് ന്യായപ്രമാണത്തിൽ ഒരു കൽപ്പനയാണ്, മക്കളെ നിങ്ങളെ അമ്മയപ്പന്മാരെ സ്നേഹിക്കുക. അനേക മാതാപിതാക്കളെ
പണമുണ്ട്, സമ്പന്നതയുണ്ട്. ഞാനിവിടെ പല ഏജഡ് ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ അനേകം സാമ്പത്തിക നന്മയുള്ള വീടുള്ള കൂടുള്ള വളരെ ഫെസിലിറ്റീസ് ഉള്ള വാഹനങ്ങളൊക്കെ ഷെൽട്ടറിട്ട് കൂട്ടിയിട്ടിരിക്കുക, കവറിട്ടിരിക്കുക. 2-3 മാത്രമുണ്ട്. പക്ഷെ മാതാപിതാക്കളെ നോക്കുവാനോ സ്നേഹിക്കുവാനോ അവരോട് സംസാരിക്കുവാനോ ഒരു തലമുറ ഇന്ന് അവരോടുകൂടെ ഇല്ല. സ്വന്തം സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്നു. മരുഭൂമിയിൽ ഇരുന്ന വേഴാമ്പലിനെ പോലെ സ്നേഹിച്ചിരിക്കുന്ന മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരെ കരുതണമെന്നുള്ളതായിരിക്കുന്ന അല്ലെങ്കിൽ കൽപ്പന പ്രമാണിക്കാത്ത പെന്തക്കോസ്തുകാർ സ്തോത്രം ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് എന്താ അവിടെ എല്ലാം സംഘടനയുടെ പ്രവൃത്തി വലുതായിക്കൊണ്ടിരിക്കുന്നു. അവിടെ എല്ലാം വലിയ ആളുകളുടെ ഇതായിരിക്കുന്ന വലിയ സംഘങ്ങളുണ്ട്. പക്ഷെ ദൈവസ്നേഹം അവിടെ ഇരിക്കില്ല. അതിനെ അവർ ദാഹിച്ചോടിക്കൊണ്ട് ഇന്ന് പുതിയ നിയമസഭ എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രോസ്പെരിറ്റിക്ക് നേരെ, അത്ഭുതത്തിന് നേരെ, സ്നേഹത്തിന് വേണ്ടി ദാഹിച്ചോടുന്ന അനേകരുടെ മുന്നിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൽപ്പന നമ്മൾ വിട്ടുകളയരുത്, പ്രമാണം നമ്മൾ വെടിയരുത്, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മൾ വെടിയരുത്. ക്രിസ്തുവിന്റെ സ്നേഹം വിളിച്ചു പറയുന്നു, അമ്മയപ്പന്മാരെ ബഹുമാനിക്കണമെന്ന്. എന്താണെന്ന് എനിക്കറിയില്ല, വിളിച്ചു പറയാൻ ദൈവം പറയുന്നു, വചനം പറയുന്നു. അമ്മയപ്പന്മാരെ ബഹുമാനിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാകണം. യെസ്, നമ്മുടെ മക്കളെയും നമ്മുടെ സഹോദരങ്ങളെ കുടുംബക്കാരോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി നാം പെരുമാറണമെന്ന് വചനം പഠിപ്പിക്കുന്നു. കൂട്ടുകാരോടുള്ള സ്നേഹം, ഫിലോയം. ജന്മം കൊണ്ട കുടുംബങ്ങളിൽ തുറന്നവരുമായി പല ഭവനങ്ങളിൽ നമ്മൾ ജനിച്ചത്. പക്ഷെ സ്വർഗത്തിലെ സ്നേഹം ഇവരിൽ ചെല്ലുമില്ല. അയൽക്കാരായതുകൊണ്ടും നമ്മിൽ പവിത്രമായ സ്നേഹം ഉടലെടുക്കാം. പക്ഷെ യഥാർത്ഥ സ്നേഹം കൂട്ടുകാരെ നന്മയിലേക്ക് നയിക്കാനാണ്. ഫിദായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതായാലും എന്റെ സ്നേഹിതൻ വലുതാകണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ക്രിസ്തുവിനെ അവിടേക്ക് കൊണ്ടുവരിക. അരയ്ക്ക് കച്ചകെട്ടി ശിഷ്യന്മാരുടെ പാദം കഴിയ ക്രിസ്തു ഞാൻ ഇല്ലാതാകാൻ പോകുന്നു. അതിന് മുൻപടിയായി ഞാൻ നിങ്ങളെ തന്നെ എന്നാൽ ശ്രദ്ധിക്കുന്നു. പക്ഷെ നിങ്ങൾ ഞാൻ ചെയ്തതുപോലെയല്ല, അധികമായി ചെയ്യുക. നിങ്ങളെ ഞാൻ നല്ല സ്നേഹിതനായി, ഹല്ലേലൂയ, സ്തോത്രം, നല്ല ശിഷ്യനായി ഞാൻ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ നിത്യ സ്നേഹത്തിന്റെ വലുതായ ഘടകമാണ് നല്ലൊരു സ്നേഹിതന്റെ കൂട്ടായ്മ. സ്തോത്രം. ഇന്ന് ലോകത്തിൽ അത് കിട്ടുന്നില്ലെങ്കിൽ ഓർത്തോണം, അതൊരു നല്ല സ്നേഹിതനല്ല. നീ കരയുമ്പോൾ നിന്നോട് ചേർന്ന് പിടിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതൊരു നല്ല സ്നേഹിതനല്ല. നിന്റെ ഭവനത്തിൽ ഒരു വൈഷമ്യം വരുമ്പോൾ നിന്നോടുകൂടെ ചേർന്ന് നിൽക്കുന്നില്ലെങ്കിൽ നല്ലൊരു സ്നേഹിതനല്ല. നിന്റെ ദുഃഖത്തിൽ ആളുകളിൽ നിനക്ക് മുറിവേറ്റിരിക്കുമ്പോൾ നിനക്കെതിരെ പിറുപിറുക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സ്നേഹിതനല്ല. നിന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയാതെ നിന്നെ അറുത്തുവാൻ നോക്കുന്നുണ്ടെങ്കിൽ അതൊരു നല്ല സ്നേഹിതനല്ല. ദൈവവചനം പറയുമോ? യെസ്, രക്തബന്ധങ്ങളിൽ നമുക്കൊരു പരിഹാരകനുണ്ട്. സോൾവ് ചെയ്യാനുള്ള ആളുകൾ അറിയില്ല. പക്ഷേ അതൊന്നും ഒരു സ്നേഹത്തിന്റെ പൂർണ്ണതയല്ല. 4 ജീവിത പങ്കാളിയോടുള്ള സ്നേഹം, ഈറോസ്, അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ദൈവസ്നേഹത്തിൽ അഗപ്പേ എന്ന് പറയുന്നത് കവിഞ്ഞൊഴുകുന്ന സ്നേഹം, ഏറ്റവും ത്യാഗപൂർണമായ സ്നേഹം, ഏറ്റവും മനോഹരമായ സ്നേഹം, ദൈവം മനുഷ്യരോട് കാണിച്ച സ്നേഹം അഗപ്പയാണ്. ഹല്ലേലൂയ, സ്തോത്രം. സ്നേഹം സ്വർഗം പ്രതാപങ്ങളെ വിട്ട് ദൈവപുത്രൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സ്നേഹം. സ്വർഗത്തിലെ പ്രമാദങ്ങളുണ്ട്, പ്രമോദങ്ങളുണ്ട്, അലങ്കാരിക വസ്തുക്കളുണ്ട്, സ്വച്ഛമായ സ്ഫടികമായ നദിയുണ്ട്, സ്വർഗവീതിയുണ്ട്. ഈ പുത്രനെ എന്തിനയച്ചത്? സ്തോത്രം. ഇന്ന് നമ്മൾ ഇതെല്ലാം നേടപ്പെടാൻ ഓടുകയാണ്. സ്തോത്രം. വലിയ ഭവനങ്ങൾ, വലിയ അവസ്ഥകൾ, ലോകത്തിൽ എത്രയും ശ്രേഷ്ഠമായ രീതിയിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തെല്ലാം കരുതാമെന്നുള്ള ഓട്ടക്കളത്തിലാണ്. പക്ഷെ അതല്ല, സ്വർഗത്തിലെ നല്ല പിതാവ്
തന്റെ പുത്രനെ താഴോട്ട് അയച്ചു. എന്തിനു വേണ്ടിയാ? സ്വച്ഛമാസ്ഫടിക തൈലത്തിന്റെ സൗന്ദര്യ വാസനയോടുകൂടെ നാം സൗകര്യത്തിൽ ജീവിപ്പാനല്ല, ആ സൗന്ദര്യത്തിന്റെ വാസന നമ്മളിൽ നിന്ന് പകരപ്പെടുവാൻ, അരോമയായി തീരുവാൻ, മറ്റുള്ളവരുടെ മുന്നിൽ ദുർഗന്ധമാകുവാനല്ല, ഒരു സുഗന്ധമായി മാറുവാൻ, മറ്റുള്ളവരുടെ മുന്നിൽ അതിന് വൈശ്യന്റെ വേടുകളായി തീരുവാനല്ല, വൈശ്യന്റെ വേടുകളെ അകറ്റി സ്നേഹത്തിന്റെ വേടുകളെ കൂട്ടിച്ചേർത്ത് പണിയുവാൻ. സ്വർണ്ണ വീതികളെ വിട്ടുവന്ന ദൈവം, സ്വർണത്തിൻ്റെതായിരിക്കുന്ന മകളെ വിട്ടുവന്ന ദൈവം താഴെ ഇറങ്ങി വന്നു. ഭൂമിയിൽ നമ്മളോടുകൂടി ആകുമോ? അറുക്കപ്പെടുവാനുള്ള കുഞ്ഞാട് പോലെ. സ്തോത്രം. കഴുത പുറത്ത് വാഹനമേറി വന്നവൻ, എന്തിനാവുന്നത്? അവൻ രാജാവല്ലേ? അതിൽ യഹൂദയുടെ അതിൽ രാജീയ പൗരുഷത്തിന്റെ ആ ശ്രേഷ്ഠത അലങ്കരിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, അവൻ കുതിരപ്പുറത്തല്ലേ ഇറങ്ങി വരേണ്ടത്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം പറയുന്നു, അവൻ കുതിരപ്പുറത്തല്ല ഇറങ്ങി വരുന്നത്, തഴയപ്പെട്ടതിന്റെ മുകളിൽ ഇറങ്ങി വരുന്നത്. സ്തോത്രം. തഴയപ്പെട്ടതിനെ നോക്കിക്കൊണ്ട്, തകർന്നതിനെ നോക്കിക്കൊണ്ട് ആ നാഥൻ വിളിച്ച് ഓരോരുത്തരോട് ചേർത്ത് നിർത്തുമ്പോൾ സ്തോത്രം, ആ തഴയപ്പെട്ടതിന്റെ കൂടെ നിന്നുകൊണ്ട് അതിനെ കൈക്ക് പിടിച്ചുയർത്തുന്ന ഒരു നിസ്തുലനായ ദൈവം പറയുന്നു, ഞാൻ നിന്നെ തള്ളിക്കളയുന്നവരല്ല, തള്ളിക്കളഞ്ഞവന്റെ മുമ്പിൽ മൂലങ്ങളാക്കി തീർക്കുന്ന ദൈവത്തെ അഭിഷേകന്മാരെ അതിൽ തള്ളിക്കളഞ്ഞതിന്റെ മുന്നിൽ മൂലങ്ങളാകുന്നതിന്റെ ഗുണമെന്താ? ശ്രേഷ്ഠതയെന്താ? അതൊന്ന് ചേർന്ന് പണിയാനാ. നാം വിശ്വസിക്കണം, ഇങ്ങനൊരു കൂട്ടായ്മ. സ്തോത്രം. ആര് എവിടെ നിന്ന് തള്ളിക്കളഞ്ഞോ അതിനോട് ചേർത്ത് പണി തുടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. ഇതൊരു പണിയാ. ഈ പണി തുടങ്ങിയിട്ടുള്ളൂ. ഓരോ കല്ലുകൾ ചേർന്ന് പണിയുമ്പോ ഇവിടെ അനേക ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ സ്വർഗ്ഗദൈവം പറയുന്നു. ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്ന ചില ശുശ്രൂഷകന്മാര് തെരഞ്ഞെടുക്കാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. ചില പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങാനല്ല, ചില പ്രവചന ദൂതമായി ചില സഹോദരന്മാരെ ഇറക്കുവാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു പ്രവാചിയെ എഴുന്നേൽക്ക്. എങ്ങനെ പണിയും ചേർത്ത് പണിയണം. ഒരു കല്ലിനോട് അല്ലെങ്കിൽ ശേഷി വരാതവണ്ണം ചേർത്ത് പണിയണം. അതിൽ ചിതറി പോകുന്ന ഇടിച്ചു കളർന്ന കോട്ടകളെ പണിതെടുക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ പണിതെടുക്കണം. യേശുവിന്റെ പീഡനാനുഭവത്തിന്റെ വ്യത്യസ്തമായ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കാൻ താല്പര്യപ്പെടുന്നു. ഗതസമന ഒരനുഭവമാണ്. ഗതസമന യേശുവിന് ഒരനുഭവമാണ്. എന്താ ഗതസമനം? സ്തോത്രം. യേശു തന്റെ പിതാവുമായി അതിൽ സംസ്കരണം ചെയ്യുന്ന ഒരനുഭവമാണ്. അതിൽ സ്തോത്രം. പിറ്റേ ദിവസം നടക്കുവാൻ പോകുന്ന വിസ്താരങ്ങളെ കർത്താവ് തിരുമേശ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഗതസമനം വിട്ടുമാറുവാൻ ഗതസമനം വിട്ടുമാറുവാൻ കർത്താവ് തന്റെ പിതാവിനോട് പുത്രൻ അപേക്ഷിക്കുകയാണ്. നമ്മളും അപേക്ഷിച്ചില്ലേ? ഇങ്ങനൊരു പ്രയാസം വരരുത്, ഇങ്ങനൊരു പ്രതികൂലം വരരുത്. പക്ഷേ പിതാവിന് അതിന് ഒരു മൗനത വരുത്തുവാൻ സ്വർഗം ഇടയാക്കുന്നതിനറിയാമോ? സമരയിലെ വേദനയ്ക്ക് അത് ആശ്വാസത്തിന്റെ, അത് സന്തോഷത്തിന്റെ, അതൊരു വീണ്ടെടുപ്പിന്റെ വേദനയായി മാറ്റുക. പുത്രൻ അത് ഏറ്റുവാനുള്ള കൃപ പ്രാപിക്കുക. ഓരോ ശബ്ദമാണെടുക്കുമ്പോ, നിന്ദയും പരിഹാസത്തിന്റെ വാക്കുകൾ വിളിച്ചു പറയുമ്പോ, പിതാവായ ദൈവം തന്നിൽ മുഖം മറയ്ക്കുന്ന രംഗം, ഇതെല്ലാം ഒരു സിനിമ ഈ സ്ക്രീനിൽ കാണുപോലെ
നാം ഇവിടെ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനുള്ള പ്രാണവേദനയിലാണ്. നമ്മുടെ ഹൃദയങ്ങളെല്ലാം പ്രാണവേദനയാണ്. യെസ്, എന്തെടുക്കും, എന്ത് ചെയ്യും, എവിടെ ആരാധിക്കും, ഞാൻ എവിടെ എന്റെ മുട്ടുമടക്കും? ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയുടെ കണ്ണുനീരിന് സ്വർഗ്ഗം മറുപടി തന്നതിന് പിന്നെ ആര് മറുപടി തരും? ഓ ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയ്ക്ക് കണ്ണുനീരിന് തുരുത്തില്ല അളക്കുന്നവരുണ്ടല്ലോ. സ്വർഗ്ഗം വിളിച്ചു പറയുമ്പോ ഹല്ലേലൂയ, കണ്ണുനീര് തൂകുമ്പോ മനസ്സറിയുന്ന ദൈവം പറയുന്നു, നീ മടക്കുന്ന മുട്ടിൽ അവർ നിന്നോടുകൂടെ അനേകം മുട്ടുകൾ മടക്കപ്പെടുന്നുണ്ട്. പ്രാണവേദനയിൽ വളരെയധികം വൈഷമ്യത്തോടുകൂടി കർത്താവ് ഓരോ അടികളും ഏറ്റെടുത്തു. രക്തക്കുഴലുകൾ പൊട്ടി, രക്തം വിയർപ്പ് പോലെ ഒഴുകുവാൻ തുടങ്ങി. ഓ ഹല്ലേലൂയ. തിരുമേശിയിൽ ശിഷ്യന്മാർക്ക് പങ്കാളിത്തം കൊടുക്കുമ്പോൾ ഹൃദയത്തിന്റെ ധമനികളുടെ അടിത്തട്ടുകളിൽ നിന്നുകൊണ്ട് സ്വർഗത്തിന്റെ നീങ്ങിപ്പോകുന്ന പാനപാത്രം എന്നിൽ നിന്ന് മാറ്റണമേ എന്ന് അപേക്ഷിച്ച പുത്രനോട് സ്വർഗം അവകാശപ്പെടുന്നു, ഇത് മാറ്റപ്പെടുന്നതല്ല, ഇതൊരു വീണ്ടെടുപ്പിന്റെ വിലയാണ്. സ്ട്രീറ്റിൽ കിടക്കുന്ന നമ്മളെ, റോഡരികിൽ കിടക്കുന്ന നമ്മളെ പടിയും ദുഷിയും വാക്കുകൾ ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയണ നമ്മളെ ആത്മീയ സ്വർഗത്തിലെ സ്നേഹം മാടി വിളിച്ചതിനൊരു കാരണമുണ്ട്. ഒരു ഗതസമന എന്ന വേദന. അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നത് ഗതസമന എന്ന ഏകാന്തതയുടെ അനുഭവം എന്നെ കാണിച്ചു തന്ന ഷാനിവാസനെ. ഗതസമന എന്ന ഏകാന്തതയുടെ അനുഭവത്തിൽ ഒരു മരണവെപ്രാളത്തെ പോലെ ഒരു മനുഷ്യൻ കിടന്ന് ഓടുക, റൂമിന്റെ അത് ഓടുന്നു, വീട്ടിലിരിക്കാൻ സമയമില്ലാതെ ഓടുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്കിനി എന്ത് കഴിയും, ഞാൻ പുസ്തകം എടുത്തു പോയില്ലേ? നീതിയുടെയും നിവൃത്തിയുടെയും പുസ്തകം നീതിക്കായി വെളിപ്പെടും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൂത് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. ഗതസമനി എന്ന് പറയുന്ന ഹല്ലേലൂയ വേദനയുടെ ആ അവസ്ഥ ഏറ്റെടുത്ത വ്യക്തി ഇരിക്കുന്ന നടുവിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇനി എനിക്ക് മുന്നോട്ടൊരു വഴിക്ക് ആരെ ചെന്ന് കാണും? പക്ഷം മാറിയില്ലേ, കൂലം മാറിയില്ലേ, കൂട്ടം മാറിയില്ലേ, തിരിച്ചു ചെന്നാൽ അവിടെ എടുക്കുമോ? അല്ലെ, നമ്മുടെ സംഘടനയുടെ അവസ്ഥകളൊക്കെയാണ്. സ്തോത്രം, സ്തോത്രം. പക്ഷെ സ്വർഗം വിളിച്ചു പറഞ്ഞു, നിന്നെ വിളിച്ചത് ഞാനാണ്. ഗതസമന വരെ നിന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഓ ഹല്ലേലൂയ, സാരി പാസ്റ്റർ പറഞ്ഞല്ലോ, നമുക്ക് ഹല്ലേലൂയ തൂങ്ങപ്പെട്ട ക്രിസ്തുവല്ല, ഉയർപ്പിന്റെ പ്രഭാതം പോലെ ക്രിസ്തുവുണ്ട്. ഹല്ലേലൂയ, എല്ലാ ദുഃഖവെള്ളിയാഴ്ച ക്രൂശിക്കുന്ന ക്രിസ്തുവല്ല, എല്ലാ പെസഹവ്യാഴം ആഘോഷിക്കുന്ന ക്രിസ്തുവിന്റെ ഓശാന നമുക്ക് വേണ്ട. ഇന്ന് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ മധ്യസ്ഥ വഹിക്കുന്ന തൂങ്ങാൻ ഉയർത്തപ്പെട്ട ഉയർപ്പിന്റെ പ്രഭാതത്തിന്റെ ആരാധനയാണ് നമ്മുടെ കൂടുതൽ. അങ്ങനെ ആരാധന വിളിച്ചു പറഞ്ഞു, സത്യം സത്യമായി നീതിക്കായി വെളിപ്പെടുക, ദേശം അപ്പോസ്തലനാകുമോ? ഞാൻ അവിടെ ഇരുന്നപ്പോൾ കർത്താവിദാസൻ പറഞ്ഞു, ഞാൻ ഈ ആഴ്ച കൂടെയുള്ളൂ, അടുത്ത ആഴ്ച മറ്റൊരു ശുശ്രൂഷയെ എടുക്കാൻ പോവുക. യെസ്, മറ്റൊരു ശുശ്രൂഷയല്ല, മറ്റൊരു കല്ലിപ്പടയാണ്. എന്തിനാണെന്നറിയാമോ? ഇതൊരു പണിയുടെ തുടക്കമാണ്. സ്വന്തം എന്താ അറിയ, നിങ്ങൾ ആരെങ്കിലും മനുഷ്യന്റെ ബുദ്ധിയാൽ ഞങ്ങളെ തകർത്താൽ സ്വർഗം ഞങ്ങളോടുകൂടി പണിയും. സ്വർഗം ഞങ്ങളെ ഗതസമനയുടെ വേദനയ്ക്ക് വിട്ടുകൊടുക്കത്തില്ല. അറിയ, ഗതസമന എന്ന രോഗം വരാം നമ്മുടെ ഭവനങ്ങളിൽ. ഗതസമന എന്ന രോഗം എന്താ? ഗതസമനയുടെ രോഗം അറിയ, ഈ അടിയേൽക്കുക, ഈ തകർക്കപ്പെടുവാൻ, ഈ വേദന എടുക്കുവാൻ എനിക്ക് കഴിയില്ലെന്ന് പറയുന്ന വെല്ലുവിളിയുടെ മുന്നിൽ അതിലെ പിതാവിനോട് യാചിക്കുന്നതാണ് അഗതസമനെങ്കിൽ. രോഗം വരുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് തന്നവനറിയാൻ സൗഖ്യദായകനായ ഞാൻ ഗിലെയാദിന്റെ അഭിഷേകത്തിന് ദൈവമായി അറിയുന്നുണ്ട്. സ്വന്തം ഗതസമനയിൽ കൂടെ കടന്നു പോകുമ്പോൾ
ജീവിതത്തിൽ അനേക പ്രതിസന്ധികളുണ്ട്. സാമ്പത്തികം ചിലപ്പോൾ നമ്മളെ വലിഞ്ഞു പോകണം കേട്ടോ. കയറ് കെട്ടിയിട്ടിരിക്കുന്ന പോലെ എന്നെ കാണിക്കുകയാണ്. അതിൽ ചങ്ങലയിൽ ബന്ധിച്ചവരെ പോലെ സമ്പന്നതയുടെ സ്രോതസ്സുകളെ അടിച്ചു മാറ്റി അതിൽ സ്വർഗം പറയുന്നു അവിടെ നിങ്ങൾ തകർക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? എന്റെ ദൈവം ജീവിത ദൈവമാണ്. അതിലെ സ്തോത്രം. വന്നവന് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുന്നവനാണ്, നിന്നവന് വേണ്ടി വഴിയൊരുക്കി കൊടുക്കുന്നവനാണ്, നട്ടവനും നടുമാറാത്തവനും വേണ്ടി വഴിയൊരുക്കി കൊടുക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ പ്രവൃത്തിയുടെ പദങ്ങളിൽ എത്തിക്കുന്നതും അതിലെ കർത്താവിന്റെ ഇഷ്ടപ്രകാരമാണ്. അതിൽ എന്നും ഒരു അസോസിയേറ്റഡ് ആയിട്ടുള്ള പോലെ സ്വന്തം സ്വർഗത്തിന്റെ പ്ലാനുണ്ട്, സ്വർഗത്തിന്റെ പദ്ധതികളുണ്ട്. ചില അടിമയുഗം നമ്മളെ കാക്കുമാറ്റും. സ്വന്തം അതിന് നമ്മുടെ കരം അതിന് പലപ്പോഴും ഒരു കൊച്ചു കുഞ്ഞ് അതിന് ചില ഗതസമലയിൽ കൂടെ കിടന്നേക്കാം. എന്താണ് കൊച്ചു കുഞ്ഞ് കഴിയുന്നത്? അല്ലെ അവൻ അവന്റെ പിതാവിനെയോ മാതാവിനെയോ കരം പിടിച്ച് നടന്നില്ലെങ്കിൽ അവൻ വീഴും. സ്വന്തം കൊച്ചു കുഞ്ഞങ്ങനെയാണോ? നടക്കുവാൻ തുടങ്ങിയ കുഞ്ഞ് വീഴാം. പക്ഷെ അവന്റെ മാതാവിന്റെ കയ്യോ പിതാവിന്റെ കയ്യോ വിട്ടാൽ അതിലൊരു മാതാവ് അതിലോ പേരി പേരി പോകുന്ന കുഞ്ഞിനെ കാണുമ്പോൾ അതിൽ ഓടിച്ചെന്ന് പിടിക്കും. ഇപ്പം വീഴാതിരിക്കാൻ ആ കരം എത്ര നാൾ നിന്നാൻ പറ്റും? 16-17 വയസ്സ് കഴിയുമ്പോൾ ആ കരത്തെ അവൻ കുടഞ്ഞു കളഞ്ഞിട്ടൊരു പോകട്ടെ. അതല്ല ആ പെൺകുഞ്ഞ് കുടഞ്ഞു കളഞ്ഞിട്ടൊരു പോകട്ടെ. എന്നെ പപ്പയും വളർത്തിയില്ല, മമ്മിയും വളർത്തിയില്ല, ആരും എനിക്കൊന്നും തന്നില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നതാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് തലമുറയോട് ദുഃഖിക്കേണ്ട ഒരു സമയമാണ് ഇല്ലേ? പക്ഷെ കൊളയണമെങ്കിൽ അവരൊരു പ്രാപ്തി വേണം. ഇന്ന് വരെ അവനൊരു ആശ്രയത്തിലായിരുന്നു. പക്ഷെ ഇനി അവൻ ആശ്രയം ഈ ലോകത്തിന് വേണ്ട. അവൻ സ്വയമേ ആശ്രയിക്കാൻ കഴിവുള്ളവനായി തീരുമ്പോൾ, അവനൊരു സ്വാർത്ഥത പ്രാപിക്കാൻ കഴിയുമ്പോൾ, അവന് സ്വയമേ ഒരു ബലം പ്രാപിച്ചു കഴിയുമ്പോൾ അവൻ അവൻ്റെതായിരിക്കുന്ന ഒരു വഴി തേടി പോകുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. ദൈവിക ആത്മീയ ശുശ്രൂഷയ്ക്കും എന്നും ശൈശവത്തിന്റെ അടിബന്ധത്തിന്റെ കൈപിടിച്ചു നടക്കാനല്ല സ്വർഗം ഈ അഭിഷക്തന്മാരെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊരു തെളിവായ ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഓ ഹല്ലേലൂയ. ഞാൻ കാണുകയാണ് ഷാരിപ്പാസ് പ്രവചിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രവചിക്കുന്നതല്ല, അത് പിറ്റേ ആഴ്ച നിവർത്തിയിട്ട് ഇവിടെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നത്, ഇവിടെ ഒരു ദാന സമർപ്പണം വരുന്നത് ദൈവനാമം കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്രയും വേഗം ആ പ്രവചനം പ്രവചിക്കാനുള്ള ആളുകൾ കൊണ്ടുവരും. സ്തോത്രം. ആ പ്രവചനം കഴിയുമ്പോൾ അവർ നിവൃത്തി പൂർത്തിയാക്കുമ്പോൾ അവരുടെ നഷ്ടത്തെ പരിഹരിക്കുമ്പോൾ അതിന്റെ ദാനം ഇവിടെ കൊണ്ടുവരും. സ്തോത്രം. അതെന്താണ്? അതല്ല, ഈ സഭയ്ക്ക് വേണ്ടിയുള്ള ആദ്യത്തെ കല്ല. സ്തോത്രം. ഹല്ലേലൂയ. പണി തുടങ്ങാൻ തയ്യാറായിക്കോ സഭയെ. അതിലെ വേദസഭ നമ്മുടെ മാതൃകയാണ്. വിയർപ്പിന്റെ തുള്ളികൾ രക്തധമനികൾ അതിലെ വിയർപ്പ് തുള്ളി പോലെ ഊർത്തിയത് നമ്മളെ പണിതെടുക്കാനാണെങ്കിൽ നമുക്ക് വേണ്ടി പണിയുന്ന ഒരു ദൈവമുണ്ട്. ഓ നിങ്ങളുടെ കൽപ്പൂരിന്റെ അനുഭവം നിസ്സാരമില്ല. നിയമം ലംഘിച്ചുകൊണ്ട് യേശുവിനെ അർദ്ധരാത്രിയിൽ അനേകം കോടതികൾ വിധിച്ച വിധിക്കൾക്ക് മുന്നിൽ അവൻ തകർന്നില്ല, വിസ്തരിക്കപ്പെട്ടു. എനിക്കറിയുന്നില്ല ദൈവവചനം എനിക്കെല്ലാം അദ്ദേഹം വിസ്തരിച്ചു. കോടതി വിസ്തരിക്കുന്ന പോലെ, എന്റെ കർത്താവിനെ വിസ്തരിക്കുന്ന പോലെ നിങ്ങളെ ആരെങ്കിലും വിസ്തരിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അവന്റെ പിതാവിന്റെ പണിയോടെ സ്റ്റാർട്ട് ചെയ്തു. എന്തിനാണെന്നറിയാമോ? ഈ വിസ്താരത്തിന്റെ മുന്നിലെല്ലാം ഒരു മൗനതയോടെ നിൽക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ, ചോദ്യത്തിന് ഉത്തരമില്ലാതെ നിന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരത്തിന് ഒരു ഉയർപ്പ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇന്ന് പകല് വിളിച്ചു പറയുന്നു. ആ ഉയർപ്പിന്റെ സമയമായി, ആ ഉയർപ്പിന്റെ സമയമായി. അത് രോഗമേ എന്നിൽ നിന്ന് മാറുവാൻ ഒരു ഉയർപ്പുണ്ട്. എന്റെ സാമ്പത്തിക ഞെരുക്കമേ എന്നിൽ നിന്ന് മാറുവാൻ ഒരു ഉയർപ്പുണ്ട്. എന്റെ സഭയുടെ പ്രവൃത്തിയുടെ വിശാലതയെ വിട്ടുമാറുവാൻ ഒരു ഉയർപ്പുണ്ട്. എന്റെ കൃപയുടെ മഹത്വമായ ശുശ്രൂഷയെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്. ഉയർപ്പ് വെളിപ്പെടാൻ ഇന്ന് വരെ കർത്താവ് വന്നെന്ന് വിളിച്ചു പറയുന്ന മേശ ഇവിടെ നമ്മളോട് വിളിച്ചു പറയുന്നു. അത്യുന്നതനായ ദൈവം
തന്റെ പുത്രനെ സ്നേഹിച്ചതുകൊണ്ട് ആ ഗതസമയം കൽത്തൂണിലിട്ട ഓരോ അടിയും എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഒരു മാനസാന്തരമാക്കുക, ഒരു പുതിയ നിയമം എഴുതുക, ഒരു പുതിയ യുഗം കുറിക്കുക, ഒരു പുതിയ നാളെഴുതുവാൻ, ഒരു പുതിയ നന്മയുടെ കാലം വരുവാൻ, ഒരു പുതിയ ആരാധന വെളിപ്പെടുവാൻ, ഒരു പുതിയ അടഞ്ഞുപോയ ആത്മീക സ്രോതസ്സിനെ തുറക്കുവാൻ, ഒരു ആത്മീയ കൃപയുടെ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ നമ്മൾ പണിയപ്പെടുക. അതറിയ ഒരു ഗതസമയം ഒരു കൽത്തൂണ് നമുക്ക് ഓർമ്മയെങ്കിൽ അതറിയ അടക്കപ്പെട്ട കല്ലിന്റെ ഉള്ളിൽ നിന്ന് കല്ലറയ്ക്കുള്ളിൽ നിന്നും ഉയർപ്പിന്റെ ശക്തി പുറപ്പെടുമ്പോൾ ആ ശബ്ദം വിളിച്ചു പറയുന്നു, ലോകത്തോട് വിളിച്ചു പറയുന്നു, അവനിവിടില്ല, അവനിവിടുന്ന ഉന്നതനായി തീർന്നു. ആ അത്യുന്നതൻ വരാൻ കാലമായി. ഒരുങ്ങേണ്ട സമയേ, പണിയപ്പെടേണ്ട സമയേ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പണിയാം. അല്ലെങ്കിൽ ഈ നെടുപ്രദേശത്ത് ഈ ലോക പ്രദേശങ്ങളെല്ലാം നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കാൻ പോവുക. എന്തിനു വേണ്ടിയാ? ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഓരോ ആരോപങ്ങളായി തീരുവാൻ, സൗരഭ്യവാസന പുലർത്തുന്ന ദൈവമക്കളായി തീർന്നുകൊണ്ട് ആത്മാവിൽ സത്യത്തിലും വിശുദ്ധിയിലും വേറെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ ഉയർത്തി കാട്ടുക. ഞാനിതാ മുന്നോട്ട് ലഭിക്കുന്നു, എനിക്ക് വേണ്ടി സ്വർഗമേ തുറക്കുന്ന ഒരു അഭിഷേകം എനിക്ക് വേണ്ടി തരണമെന്നുള്ള പ്രാർത്ഥനയോടുള്ള മുന്നേറുമ്പോൾ സ്വർഗം നമുക്കായി ഉയർപ്പിന്റെ ശക്തിയായി വരും. ഈ ഉയർപ്പിന്റെ ശക്തി നമ്മോട് പറയുന്നു, നാം സത്യത്തിലായതുകൊണ്ട്, നാം നീതിക്കായതുകൊണ്ട് സ്വർഗം നമ്മളെ കൈവിടുകയില്ല, അവൻ ഉപേക്ഷിക്കുകയില്ല. അവൻ നമുക്ക് കരുതുന്നതാണ്, അവൻ നമുക്ക് കരുതുന്നതാണ്. ആ കരുതലിന് വേണ്ടി കാത്തിരുന്ന് പ്രാപിപ്പാൻ സഭയെ ഉണരുകയും, കാത്തിരുന്ന് പ്രാപിപ്പാൻ ദൈവഭൃത്യന്മാരോടുകൂടെ സഭയെ ഉണരുകയും, കാത്തിരിപ്പിയോക്കൾ മാത്രം വരാൻ പുറത്തിറങ്ങി സാക്ഷികരിക്കുന്ന സമയമായിരിക്കുന്നു. ദൈവവചനത്തിന്റെ സത്യം വിളിച്ചു പറഞ്ഞ ഒരു വലിയ കൂട്ടത്തെ പണിതെടുക്ക സ്വർഗ്ഗം നമ്മളെ ബലപ്പെടുത്തട്ടെ. ഇന്നത്തെ ദിവസം പാസ്റ്ററും സഭയ്ക്കും എല്ലാ ദൈവങ്ങൾക്കും നന്ദി നേപ്പാളിനോട് പ്രാർത്ഥിക്കുക. 350 സഭകള് സ്വർഗ്ഗം അവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. 2 ട്രെയിനിങ് സെന്റർ, ഒരു വുമൻസ് ട്രെയിനിങ് സെന്റർ. സ്വർഗ്ഗത്തിലെ ദൈവം ആ രാജ്യത്തെ അനുഗ്രഹിക്കേണ്ടത്, അവിടുത്തെ വേലയെ അനുഗ്രഹിക്കേണ്ടത്, ഞങ്ങളോടുകൂടെ നിൽക്കുന്ന ശുശ്രൂഷയെ അനുഗ്രഹിക്കേണ്ടത്. ഹിന്ദുക്കളുടെ ജന്മനാടാണ്, ഹിന്ദു ദൈവങ്ങളുടെ ജന്മനാടാണ്. ലോകത്തിൽ ഒറ്റ ഹിന്ദു രാജ്യമുള്ളത് നേപ്പാളാണ്. 33% ക്രിസ്ത്യാനികൾ ഇന്ന് അവിടെ കർത്താവ് ഉയർന്നിരുന്നു. IPCക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ അനേക പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. കത്തോലിക്ക മറ്റുള്ള സ്ഥിര സഭകളുണ്ട്. പക്ഷെ സ്വർഗ്ഗത്തിൽ ദൈവം വലിയ കാറ്റോടെ വീശിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും പ്രാർത്ഥന വീണ്ടും ചോദിച്ചുകൊണ്ട് ദൈവനാമത്തെ അറിയിക്കുന്നു. സ്വർഗ്ഗം നമ്മളെല്ലാവരെയും എല്ലാ വചനങ്ങളും പറഞ്ഞുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥനയോടെ ശ്രീമന്തായ ശുശ്രൂഷയിലേക്ക് കർത്താവിന്റെ മേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഞായറാഴ്ച പകൽ നമുക്ക് ഒരുമിച്ച് മേശയിൽ കടന്നു വരുവാൻ ദൈവം കാണിച്ച അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ ദൈവദാസുകൾ കേട്ടതുപോലെ ജീവിതത്തിൽ കടന്നു വരുന്ന ജനകസമന നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. എല്ലാം അവസാനിച്ചു. ഇതിനപ്പുറത്തൊരു നിയന്ത്രണത്തില്ലെന്ന് ലോകം വിധിയെഴുതുമ്പോൾ പിതാവായ ദൈവം 3-ാം ദിവസം തന്റെ പുത്രനെ ഉയർപ്പിച്ചതുപോലെ ഉയർപ്പിന്റെ വിടുതൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരും. തിരുവത്താഴ ശുശ്രൂഷയെടുക്കുവാൻ എല്ലാ ദൈവമക്കൾ കണ്ണു കാണിച്ച് ഹൃദയങ്ങളെ കാരണമാക്കി കർത്താവിന്റെ മുഖത്തേക്ക് നമുക്ക് നോക്കാം. ആർക്കും വേണ്ടാതെ കിടന്ന് നമ്മളെ ആരും സ്നേഹിക്കാതിരുന്ന സമയത്ത് എല്ലാവരും ഒറ്റപ്പെട്ട് എല്ലാവരും തകർക്കപ്പെട്ട് ദേശക്കാരുടെ നടുവിൽ നിന്ന് മാത്രമായി തീർന്ന സമയത്ത് പിതാവാകിയ ദൈവത്തിന്റെ പുത്രനിലൂടെ നമ്മെ സ്നേഹിച്ചു. ഒരു മനുഷ്യന് പോലും അളക്കുവാൻ കഴിയാത്ത സ്നേഹത്തിന്റെ ആഴം ദൈവം നമ്മളോട് വെളിപ്പെടുത്തി. നമ്മുടെ സ്ഥിതി മാറ്റി, അവസ്ഥ മാറ്റി, നമ്മുടെ സാഹചര്യത്തെ മാറ്റി, ക്രൂശിന്റെ ശത്രുക്കളായിരുന്ന നമ്മളെ ക്രൂശിനോട് നിരപ്പിക്കാൻ വേണ്ടി പിതാവായ ദൈവത്തിന്റെ പുത്രനിലൂടെ നമ്മളെ സ്നേഹിച്ചു. മുട്ടുകുത്തി പുത്രൻ പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ പാനപാത്രങ്ങളിൽ നിന്ന് നീക്കണമേ. പിതാവിന്റെ ഇഷ്ടത്തിന് പുത്രൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. മാറി മാറി പല കോടതികൾ വിസ്തരിച്ചു.
ഒരു ചെറിയ തെറ്റോ കുറ്റമോ കാണുവാൻ കഴിഞ്ഞില്ല. പുരുഷാരം മുഴുവൻ ആർത്ത് വിളിച്ചു, യേശുവിനെ ക്രൂശിക്കാം, ക്രൂശിക്കാം. അവന്റെ രക്തം ഞങ്ങളുടെ പേരും ഞങ്ങളുടെ സന്തതികളുടെ പേരുമുണ്ട്. കാര്യമൊന്നും കാണുന്നില്ല എന്ന് പിലാത്തോസ് കണ്ടിട്ട് പരസ്യമായി പാത്രത്തിൽ വെള്ളമെടുത്ത് തന്റെ കൈ കഴുകി നീതിമാനായ കർത്താവിനെ ചമ്മട്ടിയോടടിച്ച് ക്രൂശിപ്പാൻ വിട്ടുകൊടുത്തു. മാറി മാറി 39 അടികൾ യേശുവിന്റെ പുറത്തടിച്ചു. പുറമൊഴുകുചാൽ പോലെ കീറി മുള്ളുകൊണ്ട് മുൾക്കിരീടം മടഞ്ഞ് തലയിലടിച്ചിറക്കി. മുഖത്ത് കാപ്പിച്ചു കുത്തി നാണയത്തൊട്ടുകൊണ്ട് മുഖത്തെ രോമങ്ങൾ പിടിതു പറിച്ചു. പാലേറിയ പച്ച പൈമ്പര കുരിശുമായി യെരൂശലേമിന്റെ തെരുവീതിയുടെ കർത്താവ് കടന്നു പോകുകയാണ്. ഈ കാഴ്ച കാണാൻ കഴിയാതെ ജനം മാറത്തടിച്ച് നിലവിളിച്ചു. ഒരു കുന്നിന് മുകളിൽ ചെന്നതിന് ശേഷം ക്രൂശ് വാങ്ങി താഴെ വെച്ച് യേശുവിനെ അതിന്റെ മേൽ പിടിച്ച് കിടത്തി 2 കൈകളും 2 വശത്തേക്ക് വലിച്ചു പിടിച്ച് മൂത്ത ഇരുമ്പാണി കൈകളിൽ അടിച്ചിറക്കി. അവണ്ണം കാലിലും അണിയടിച്ചിറക്കി മെല്ലെ ക്രൂശുയർത്തി. ആകാശത്തിന് ഭൂമിക്ക് മധ്യേ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ ദൈവപുത്രൻ കിടക്കുക. ഈ കാഴ്ച കാണാൻ കഴിയാതെ പിതാവ് മുഖം മറച്ചു. പ്രകൃതി ശക്തികളെല്ലാം വിളകി. 6 മണിക്കൂറിന്റെ അവസാന സെക്കൻഡുകൾ യേശു ഉറക്കെ വിളിച്ചു, എലീ എലീ ലമാ ശബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, അങ്ങനെ കൈവിട്ടതുണ്ട്. സ്വന്തം ചുമലിൽ തലയായിച്ചു പ്രാണനെ പിതാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനിടയായി. ഈ തിരുവത്താഴ ശുശ്രൂഷ എടുക്കുവാൻ ഒരുങ്ങുന്ന ദൈവമക്കളെ, കർത്താവ് നമ്മോട് കാണിച്ച വാത്സല്യം, ദൈവം നമ്മോട് കാണിച്ച കരുതലോർത്ത് ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരു കോറസ് പാടി തിരുവത്താഴ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മകനേ പ്രാണൻ വില എന്നും നമ്മെ എന്റേതു മാത്രമേ. എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. എൻ ചങ്കു തകർത്തും നിന്നെ സ്നേഹിച്ചു, എൻ ചോര ചൊരിഞ്ഞും നിന്നെ സ്നേഹിച്ചു. ആശാവമാം ക്രൂശിൽ ഞാൻ തൂണപ്പെട്ടല്ലോ, ആശാവമാം ക്രൂശിൽ ഞാൻ തൂണപ്പെട്ടല്ലോ. മതിയാവാതെ എൻ പ്രാണനും നൽകി. നമ്മളെ ക്രൂശിക്കണം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ തിരുമേശോദരത്തിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതിയ തിരുവഴുത്തുകൾ ഞാൻ ഇവിടെ വായിക്കുന്നു. ഞാൻ കർത്താവിന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രത്തിൽ നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി ശരീരം എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടുന്ന് തകഴിന് ശേഷം ഒരു പാനപാത്രം എടുത്തു. ഈ പാനപാത്രം രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ പദ്ധതിയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഓളവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം ഭക്ഷിക്കുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിന് കുടിക്കുകയും ചെയ്യുവാൻ. കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നവൻ തനിക്ക് ശിക്ഷാവിധി ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളെ പലരും കലഹീന രോഗികളുമാവുന്നു, അനേക നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നെങ്കിലോ ലോകത്തോടുകൂടെ ശിക്ഷ വിധപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മനുഷ്യൻ തന്നെ ശോധന ചെയ്തിട്ട് വേണം അപ്പം മുറിക്കുകയും പാനപാത്രത്തിന് പാനം ചെയ്തു.
ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, ഈ ഭൂമിയിൽ നിന്ന് ഞായറാഴ്ച ഞങ്ങൾക്ക് ദാനമായി തന്നതുകൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വളരെ ഭയത്തോടെ വളരെ സമർപ്പണത്തോടെ മേശയിലേക്ക് ഞങ്ങൾ എടുത്തു വരുന്നു. അപ്പം മുറിക്കുമ്പോഴപ്പ അങ്ങയുടെ ശരീരം തകർക്കപ്പെട്ടതോർക്കുവാൻ പാനപാത്രം പാനം ചെയ്യുമ്പോൾ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ രക്തത്തെ ഓർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സഭയായി ഞങ്ങളെ ദൈവങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. യേശുവിനെ രക്ഷകരായി സ്വീകരിച്ചവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കുടികൾ സ്നാനമേറ്റവരും ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം കാത്തു സൂക്ഷിക്കുന്നവർ എന്നുള്ളവർക്ക് ഇന്ന് പകൽ തിരുമേശയിലേക്ക് കൈനീട്ടാം. നമുക്ക് ഒരുമിച്ച് അപ്പത്തിനായി സ്തോത്രം ചെയ്യാം. അപ്പത്തിനായി സ്തോത്രം, 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 സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ നമ്മുടെ നല്ല പിതാവേ, ഞങ്ങളുടെ ശരീരത്തിന് വീടുവിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് ഓർമ്മയാകുന്ന അപ്പത്തെ ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരമപ്പത്തിന്റെ മേൽ വെച്ച് വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരണമേ. ഈ അപ്പത്തെ ഞങ്ങൾ ഭക്ഷിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹത്തിന് വിടുതൽ കാരണമാക്കണം. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കേൾക്കുമാറാകണമേ. അവനും കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പമെടുത്ത് സ്തോത്രത്തിൽ നിന്നുരുക്കി സ്വർഗത്തിലെ ബോധമണിയായിരുന്ന എന്നെ ദൈവസ്നേഹത്തിന്റെ എണ്ണയിൽ കടച്ച് കാൽവറിയുടെ തിരികളിൽ പൊടിച്ച് അനേകർക്ക് ജീവന്റെ അപ്പമായി തീർത്തു. നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട എന്റെ ശരീരത്തെ സ്മരിച്ചുകൊണ്ട് വാങ്ങി ഭക്ഷിക്കും. ശിരശ്രീ മുൾമൊഴി അണിഞ്ഞവനാ, ഹൃദയം നിന്മയാൽ തകർന്നവനാ. ശിരശ്രീ മുൾമൊഴി അണിഞ്ഞവനാ, ഹൃദയം നിന്മയാൽ തകർന്നവനാ. വേദനയാലേറ്റം വലഞ്ഞവനാ, തൻ ജീവനെ വെടിയുന്നു സ്വയം നിനക്കായി. വേദനയാലേറ്റം വലഞ്ഞവനാ, തൻ ജീവനെ വെടിയുന്നു സ്വയം നിനക്കായി. കണ്ടാലും പ്രിയനേ നിനക്കായി തൂക്കിടുന്നു നാടികളിൽ. പ്രിയനേ നിനക്കായി തൂക്കിടുന്നു നാടികളിൽ. കണ്ടാലും പാനപാത്രത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്വർഗ്ഗസ്ഥനായ നമ്മുടെ നല്ല പിതാവേ, ഞങ്ങളുടെ